അപ്പൊ നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫോർ എ ഗിവൺ ആൽക്കൈൽ ഗ്രൂപ്പ് ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് ആൽക്കൈൽ ഹാലൈഡ്സ് ഇസ് ഫോളോസ് ദ ഓർഡർ. ആൽക്കൈൽ ഹാലൈഡ് എന്ന് പറയുന്നത് ഹാലജനും അതേപോലെ ഒരു കാർബൺ ഗ്രൂപ്പുമുള്ള കോമ്പൗണ്ടുകളെയാണ് ആൽക്കൈൽ ഹാലൈഡ് എന്ന് വിളിക്കുന്നത്. കാർബൺ ഗ്രൂപ്പ് കാണും, ഒരു ഹാലജൻ കാണും. എക്സ് എന്ന് പറയുന്നതിന് പകരം ക്ലോറിൻ വരാം, ബ്രോമിൻ വരാം, അയഡിൻ വരാം, ഫ്ലൂറിൻ വരാം. ആർ എന്നത് കാർബൺ ആണ്, മീഥൈൽ, ഈഥൈൽ ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളാണ് ആറിന് പകരം വരുന്നത്. അപ്പൊ ആൽക്കൈൽ ഹാലൈഡ് എന്ന് പറയുന്ന കോമ്പൗണ്ടില് ഹാലജൻസ് ആർ എക്സിന് പകരം ആർ ഐ വരാം, ആർ ബി ആർ വരാം, ആർ സി എൽ വരാം, ആർ എഫ് വരാം. എപ്പോഴും ഓർത്തോളുക, സൈസ് ഓഫ് ഹാലജൻ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ബോയിലിംഗ് പോയിന്റും മെൽറ്റിംഗ് പോയിന്റും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഹാലജന്റെ സൈസ് കൂടുമ്പോൾ ബോയിലിംഗ് പോയിന്റ് അല്ലെങ്കിൽ മെൽറ്റിംഗ് പോയിന്റ് കൂടുന്നു. ഫ്ലൂറിനെക്കാളും വലിയ സൈസാണ് ക്ലോറിനുള്ളത്, ക്ലോറിനെക്കാളും വലിയ സൈസാണ് ബ്രോമിനെക്കാളും വലിയ സൈസാണ് അയഡിന്. സോ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്തോറും ഹാലജന്റെ സൈസ് കൂടി വരുവാണ്. ഹാലജന്റെ സൈസ് കൂടി കഴിഞ്ഞാൽ ബോയിലിംഗ് പോയിന്റ് അല്ലെങ്കിൽ മെൽറ്റിംഗ് പോയിന്റും ഇൻക്രീസ് ചെയ്യും. അപ്പൊ ഏതിനാണ് ഏറ്റവും വലിയ സൈസ് എന്ന് ചോദിച്ചാൽ ഹാലജന്റെ സൈസ് ഓഫ് ഹാലജൻ നോക്കി കഴിഞ്ഞാൽ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അയഡിനാണ്, ഏറ്റവും ചെറിയ സൈസ് ഫ്ലൂറിനാണ്. അതേപോലെ നമുക്ക് ബോയിലിംഗ് പോയിന്റ് ഓർഡർ ചോദിച്ചു കഴിഞ്ഞാൽ ഇതേ ഓർഡർ തന്നെ പറഞ്ഞാൽ മതി. അതായത് ആർ എഫ്, ആർ സി എൽ, ആർ ബി ആർ, ആർ ഐ. അപ്പൊ ഏറ്റവും കൂടുതൽ ആർ ഐക്കും ഏറ്റവും കുറവ് ആർ എഫിനുമാണ് ബോയിലിംഗ് പോയിന്റ്. പറഞ്ഞ കൺസെപ്റ്റ് കിട്ടിയാടെ? അപ്പൊ ഇതിൽ ഏതാണ് ആൻസർ വരുന്നത്? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? എ എന്ന് പറയുന്ന ഓപ്ഷനാണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, alkyl halide on treatment with alcoholic potassium hydroxide give dash. Alkyl halide on reaction with alcoholic potassium hydroxide. Alkyl halide എന്ന് പറയുമ്പോൾ CH3, CH2, Cl ഇതൊരു ആൽക്കൈൽ ഹാലൈഡ് ആണ്. കാർബൺ ഗ്രൂപ്പ് ഹാലജനുള്ള കോമ്പൗണ്ട് ആണ്. ഇതിനെ നമ്മൾ രണ്ട് റിയാക്ഷൻസ് ഇവിടെ പ്രധാനമായിട്ട് വരുന്നുണ്ട്. ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും ഇതേ സാധനം അക്വസ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യും. രണ്ട് റിയാക്ഷൻസ് ആണ് അവിടെ വരുന്നത് പ്രധാനമായിട്ട്. ഒന്ന് ഈഥൈൽ ക്ലോറൈഡ് ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. രണ്ടാമത്തേതിൽ ഈഥൈൽ ക്ലോറൈഡ് അക്വസ് KOH-മായിട്ട് റിയാക്ട് ചെയ്യും. രണ്ട് സ്ഥലത്തും നടക്കുന്ന റിയാക്ഷൻസ് രണ്ട് റിയാക്ഷൻസ് ആണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ ഹാലജൻ അറ്റാച്ച് ചെയ്യുന്ന കാർബണിനെ നമ്മൾ ആൽഫ കാർബൺ എന്ന് വിളിക്കും. ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് വെച്ചാൽ എന്താ? പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിനെ ആൽക്കഹോളിൽ ഡിസോൾവ് ചെയ്തെടുത്തു. അക്വസ് KOH എന്ന് വെച്ചാൽ എന്താ? പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിനെ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്തെടുത്തു. അതാണ് അവിടുത്തെ ഡിഫറൻസ്. അപ്പോൾ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിനെ ആൽക്കഹോളിൽ ഡിസോൾവ് ചെയ്തെടുത്തിട്ട് അതിലോട്ടൊരു ഹാലോ ആൽക്കൈൻ ചേർത്ത് ഹീറ്റ് ചെയ്യുമ്പോൾ ഒരു പ്രൊഡക്റ്റ് കിട്ടും. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിനെ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്തെടുത്തിട്ട് ഈ ഒരു കോമ്പൗണ്ടുമായിട്ട് ചേർത്ത് ഹീറ്റ് ചെയ്യുമ്പോൾ മറ്റൊരു പ്രൊഡക്റ്റ് കിട്ടും. അപ്പൊ ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡുമായിട്ട് ചേർത്ത് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഹാലജൻ അറ്റാച്ച് ചെയ്യുന്ന കാർബണിനെ ആൽഫ എന്ന് വിളിക്കും, ആൽഫയിൽ അറ്റാച്ച് ചെയ്യുന്ന കാർബണിനെ ബീറ്റ എന്ന് വിളിക്കും. ആൽഫയിൽ നിന്ന് Cl-ഉം ബീറ്റയിൽ നിന്ന് H-ഉം കൂടെ ചേർന്ന് HCl ആയിട്ട് പോകും. ആൽഫയ്ക്കും ബീറ്റയ്ക്കും ഇടയിൽ ഒരു ബോണ്ട് കൂടെ വരും. അപ്പൊ CH2 ഡബിൾ ബോണ്ട് CH2 എന്നായിട്ട് മാറും, പ്ലസ് HCl പോകും. ഓർത്തോളുക, ആൽഫയിൽ നിന്ന് Cl-ഉം ബീറ്റയിൽ നിന്ന് H-ഉം കൂടെ ചേർന്ന് Cl-ഉം H കൂടെ ചേർന്ന് HCl ആയിട്ട് പോകും. ആൽഫയ്ക്കും ബീറ്റയ്ക്കും ഇടയിൽ ഒരു ബോണ്ട് കൂടെ വരും, അതായത് ഡബിൾ ബോണ്ട് ആയിട്ട് മാറും. ഡബിൾ ബോണ്ടുള്ള കോമ്പൗണ്ടുകൾ നമ്മൾ വിളിക്കുന്ന പേരാണ് ആൽക്കീൻ. അപ്പോ CH3 CH2 Cl എന്ന് പറയുന്ന കോമ്പൗണ്ട്
ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡുമായിട്ടാണ് ചേരുന്നതെന്നുണ്ടെങ്കിൽ ആൽഫ കാർബണിൽ നിന്ന് ഹാലജനും ബീറ്റ കാർബണിൽ നിന്ന് ഹൈഡ്രജനും പോയിയാണ് ഈ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്നത്. ഹാലജനും ഹൈഡ്രജനും പോകുന്ന ഈ റിയാക്ഷനെ നമ്മൾ വിളിക്കുന്ന പേര് ഡീഹൈഡ്രോ ഹാലജനേഷൻ റിയാക്ഷൻ എന്നാണ്. ഡീഹൈഡ്രോ ഹാലജനേഷൻ റിയാക്ഷൻ എന്നാണ്, അല്ലെങ്കിൽ എലിമിനേഷൻ റിയാക്ഷൻ എന്ന് വിളിക്കും. ബീറ്റ എലിമിനേഷൻ റിയാക്ഷൻ എന്ന് വിളിക്കും. കാരണം ബീറ്റയിൽ നിന്ന് ഹൈഡ്രജൻ പോകുന്നത് കൊണ്ടാണ് ഈ റിയാക്ഷനെ ബീറ്റ എലിമിനേഷൻ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇത് ഓർത്ത് വെച്ചേക്കണം. ഇനി ഇതേ കോമ്പൗണ്ട് ആണ് ഞാൻ താഴെ എഴുതിയിരിക്കുന്നത്, പക്ഷെ ഇതിനെ ചൂടാക്കുന്നത് അക്വസ് KOH മായിട്ടാണ്. അതായത് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിനെ വാട്ടറിൽ ഡിസോൾവ് ചെയ്തെടുത്ത കോമ്പൗണ്ടുമായിട്ടാണ് ചേർത്ത് ഹീറ്റ് ചെയ്യുന്നത്. അവിടെ നടക്കുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. KOH എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഇവിടെ ഉണ്ട്. KOH K പ്ലസും ഉണ്ട്, OH മൈനസും ഉണ്ട്. ഈ Cl-ഉം K-യും കൂടെ ചേർന്ന് KCl ആയിട്ട് മാറും. പ്ലസ് ഈ OH ഇതിന്റെ സ്ഥാനത്തേക്ക് കയറും. അപ്പൊ CH3 CH2OH. ഇവിടെ ഹാലജന് പകരം ഒരു നെഗറ്റീവ് ചാർജ് ഉള്ള ആളാണ് അവിടെ കയറിയത്. നെഗറ്റീവ് ചാർജ് ഉള്ള ആളിനെ നമ്മൾ ന്യൂക്ലിയോഫൈൽ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ന്യൂക്ലിയോഫൈൽ ഹാലജനെ മാറ്റിയിട്ട് അവിടെ കയറി ഇരുന്ന് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി കാൾഡ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അപ്പൊ ഈ റിയാക്ഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഓർത്തോളണം, ഒരു ഹാലജനെ മാറ്റിയിട്ട് അവിടെ OH ഗ്രൂപ്പാണ് കയറുന്നതെങ്കിൽ ആ റിയാക്ഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്. മൈനസ് ചാർജ് ഉള്ള ഒരു ഗ്രൂപ്പാണ് കയറുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഓർത്തോണം, ഒരു ആൽക്കൈൽ ഹാലൈഡിനെ ആൽക്കഹോളിക് KOH ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ആൽക്കീൻ കിട്ടും. ഒരു ആൽക്കൈൽ ഹാലൈഡിനെ അക്വസ് KOH ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ വി ആർ ഗെറ്റിംഗ് ആൻ ആൽക്കഹോൾ. സോ ഇവിടെ ആൽക്കൈൽ ഹാലൈഡിനെ ആൽക്കഹോളിക് KOH ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കോമ്പൗണ്ട് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ആൽക്കീൻ. മനസ്സിലായ പറഞ്ഞത്? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ന് കുറേയധികം ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാനുണ്ട്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യന്റെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ നോക്കുക. ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ഇവിടുത്തെ CH3 CHCl2 എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് അക്വസ് KOH പ്രവർത്തിക്കുമ്പോൾ ഒരു ഇന്റർമീഡിയറ്റ് ഉണ്ടാവുന്നു. എന്തോ ഒരു വസ്തു ഉണ്ടാവുന്നു, എന്താണെന്ന് അറിയില്ല. പക്ഷെ അത് പെട്ടെന്ന് തന്നെ X ആയി മാറുന്നു. അങ്ങനെയാണെങ്കിൽ X ഏത് എന്നാണ് ചോദ്യം. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഞാൻ ആദ്യത്തെ സ്റ്റെപ്പില് ഈ ഒരു സ്ട്രക്ചർ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് എന്താണ് CH3 CHCl2 എന്നാണ് പറഞ്ഞത്. CL2 എന്ന് പറഞ്ഞാൽ 2 Cl ഉണ്ട്, ഒരു Cl രണ്ടാമത്തെ Cl. ഇതിനെ നമ്മൾ അക്വസ് KOH പ്രവർത്തിപ്പിക്കുന്നു. അക്വസ് KOH പ്രവർത്തിപ്പിക്കുന്നു. അക്വസ് KOH എന്ന് പറയുമ്പോൾ അവിടെ നടക്കുന്നത് ഏതാണ്? സബ്സ്റ്റിറ്റ്യൂഷൻ ആണോ എലിമിനേഷൻ ആണോ? സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് അവിടെ നടക്കുന്നത്. അതായത് Cl മാറിയിട്ട് OH ഗ്രൂപ്പുകൾ വരും. ദാറ്റ് ഈസ് CH3 CHOH. ഒരേ കാർബണിൽ തന്നെ 2 OH ഗ്രൂപ്പുകൾ വരുന്ന ഒരു കോമ്പൗണ്ട് ആണിത്. ഒരേ കാർബണിൽ തന്നെ 2 OH ഗ്രൂപ്പുകൾ വന്നാൽ അതിനെ നമ്മൾ ജെമിനൽ ഡയോൾ എന്നാണ് വിളിക്കുന്നത്. ജെമിനൽ ഡയോൾ എന്നാണ് വിളിക്കുന്നത്. ഒരേ കാർബണിൽ തന്നെ 2 OH ഗ്രൂപ്പുകൾ വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ജെമിനൽ ഡയോൾ എന്ന് വിളിക്കും. അത് ഹൈലി അൺസ്റ്റേബിൾ ആണ്. അത് പെട്ടെന്ന് തന്നെ ഡീകമ്പോസ് ചെയ്ത് പ്രൊഡക്റ്റ് ആയിട്ട് മാറും. എങ്ങനെയാ പ്രൊഡക്റ്റ് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ OH ഒരു H, അടുത്ത OH കൂടെ ചേർന്ന് വാട്ടർ ആയിട്ട് അങ്ങ് പോകും. അപ്പൊ H-ഉം OH കൂടെ ചേർന്ന് വാട്ടർ ആയിട്ട്. ബാക്കിയുള്ളത് ആരുണ്ട്? CH3 ഉണ്ട്, CHOയോട് ചേർന്നിട്ട് CHO ആയിട്ട്. ഓർത്തോണം, ജെമിനൽ ഡയോൾസ് ഹീറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും അടുത്തടുത്ത പൊസിഷനിലെ OH-കളിൽ നിന്ന് ഒന്നിൽ നിന്ന് OH അടുത്തത് നിന്ന് H കൂടെ ചേർന്ന് വാട്ടർ ആയിട്ട് പോകും.
ബാക്കിയുള്ള പ്രൊഡക്റ്റ് അവിടെ ഉണ്ടാവും. CH3CHO CH3CHO എന്ന് പറയുന്ന CHO എന്ന് പറയുന്ന കോമ്പൗണ്ട് നമ്മൾ വിളിക്കുന്ന പേര് ആൽഡിഹൈഡ് എന്നാണ്. ഓർക്കുക, ജെമിനൽ ഡൈഹാലൈഡുകളെ, എന്താ ജെമിനൽ ഡൈഹാലൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ കാർബണിൽ തന്നെ 2 ഹാലജനുള്ള കോമ്പൗണ്ടുകളാണ് നമ്മൾ ജെമിനൽ ഡൈഹാലൈഡ് എന്ന് പറയുന്നത്. ജെമിനൽ ഡൈഹാലൈഡിനെ അക്വസ് KOHുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഹൈഡ്രോളിസിസ് എന്നും വിളിക്കാറുണ്ട്. ഹൈഡ്രോളിസിസ് എന്നും വിളിക്കാം, ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്നും വിളിക്കാം. അപ്പോൾ ഹൈഡ്രോളിസിസ് അല്ലെങ്കിൽ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് OH ഗ്രൂപ്പുകൾ വരികയും അതിനെ ഹീറ്റ് ചെയ്യുമ്പോൾ HOH ചേർന്ന് വാട്ടർ ആയി പോയി. വാട്ടർ പോകുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേര് ഡീഹൈഡ്രേഷൻ എന്നാണ്. വാട്ടർ പോയിട്ട് ഒരു ആൽഡിഹൈഡ് ആയി മാറുകയും ചെയ്യും. സോ ദിസ് വിൽ ബി ദ പ്രൊഡക്റ്റ് ഫോംഡ് ഇൻ ദ റിയാക്ഷൻ. മനസ്സിലായോ പറഞ്ഞത്? പയ്യന്മാരൊന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ലല്ലോ. മനസ്സിലായി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക. നിങ്ങൾ പറഞ്ഞാലേ എനിക്ക് മനസ്സിലാവത്തുള്ളൂ. മിണ്ടായിരുന്നു കഴിഞ്ഞാൽ എനിക്ക് യാതൊരു കാര്യവും പറയാൻ പറ്റത്തില്ല. ഓക്കെ, അടുത്ത നമ്മള് അടുത്തത് 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 4ാമത്തെ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് പറയാനായിട്ടുണ്ട്. 4ാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ കൈറൽ? വിച്ച് ഓഫ് ദ ഫോളോയിങ്, ഈ 4 ഓപ്ഷനുകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഈ 4 ഓപ്ഷനുകളിൽ കൈറൽ അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. കൈറൽ അല്ലാത്തത് ഏത്? കൈറൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈറൽ ഉണ്ട്, എക്കൈറൽ ഉണ്ട്. കൈറൽ കാർബൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാർബണിന്റെ വാലൻസി 4 അല്ലെങ്കിൽ കാർബണിന് ചുറ്റും 4 വരകളാണുള്ളത്. ഈ 4 വരകളിലും 4 ഡിഫറന്റ് ഗ്രൂപ്പുകളാണ് ഇരിക്കുന്നതെങ്കിൽ, കാർബണിന് ചുറ്റും E എന്നുള്ളത്. ഓക്കെ, കാർബണിന് ചുറ്റുമുള്ള 4 വാലൻസികളിലും 4 ഡിഫറന്റ് ഗ്രൂപ്പുകളാണുള്ളതെങ്കിൽ അതിനെ നമുക്ക് എന്ന് വിളിക്കാം? കൈറൽ എന്ന് വിളിക്കാം. ഇനി കാർബണിന്റെ ചുറ്റുമുള്ള 4 സ്ഥലങ്ങളില് 4ഉം ഒരേ ഗ്രൂപ്പുകളല്ല ഇരിക്കുന്നതെങ്കിൽ, ഇവിടെ 2 വാലൻസികളില് ഒരേ ഗ്രൂപ്പാണുള്ളത്. സോ അങ്ങനെയുള്ള കോമ്പൗണ്ടുകൾ നമ്മൾ എക്കൈറൽ എന്നാണ് വിളിക്കുന്നത്. ഒരു കോമ്പൗണ്ടിൽ, ഒരു ഓർഗാനിക് കോമ്പൗണ്ട് എടുക്കുമ്പോൾ ഒരുപാട് കാർബൺ ആറ്റങ്ങൾ ഉണ്ടാവും. അതിൽ ഒരു കാർബണെങ്കിലും കൈറൽ ആണെങ്കിൽ മാത്രമേ ആ മോളിക്യൂള് ഒപ്റ്റിക്കലി ആക്റ്റീവ് എന്ന് പറയാൻ കഴിയത്തുള്ളൂ. ഇഫ് അറ്റ്ലീസ്റ്റ് 1 carbon is chiral in a compound, then the compound is optically active. അപ്പോൾ സ്വാഭാവികമായിട്ട് ഡൗട്ട് വരും, എന്താണ് ഈ ഒപ്റ്റിക്കലി ആക്റ്റീവ് എന്നുള്ളത്? ഒപ്റ്റിക്കലി ആക്റ്റീവ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മൾ സാധാരണ ഒരു ലൈറ്റ് സോഴ്സ് ഇവിടെ എടുത്ത് വെക്കുകയാണെങ്കിൽ ആ ലൈറ്റിന് എല്ലാ ഡയറക്ഷനിലും മൂവ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഒരു ബൾബ് ഞാൻ ഇവിടെ കത്തിച്ചിരിക്കുന്നു, ഒരു LED ലാമ്പ് ഇവിടെ കത്തിച്ചു വെച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതിനുള്ളിൽ നിന്നുള്ള റേഡിയേഷനുകൾക്ക് എല്ലാ ഡയറക്ഷനിലും സഞ്ചരിക്കുവാനുള്ള കഴിവുണ്ട്. ഇതിന് നമ്മൾ ഓർഡിനറി ലൈറ്റ് എന്നാണ് പറയുന്നത്. പക്ഷേ ഈ ഓർഡിനറി ലൈറ്റിനെ ഒരു നിക്കോൾ പ്രിസത്തിൽ കൂടി കടത്തിവിട്ട് കഴിഞ്ഞാൽ, ഈ ഓർഡിനറി ലൈറ്റിനെ കടത്തിവിടുന്ന സമയത്ത് ഓർഡിനറി ലൈറ്റ് എല്ലാ ഡയറക്ഷനിലും വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, എല്ലാ ഡയറക്ഷനിലും മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ഓർഡിനറി ലൈറ്റിനെ നിക്കോൾ പ്രിസത്തിൽ കൂടെ കടത്തിവിടുമ്പോൾ ഈ ലൈറ്റ് ഇതിനകത്ത് കയറി വെളിയിറങ്ങുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച, ഈ ലൈറ്റിലെ വൈബ്രേഷനുകളെല്ലാം ഒരേ പ്ലെയിനിലായി ഇങ്ങനെ നിരന്നു നിൽക്കുന്നതാണ്. ഇങ്ങനെ ഒരേ പ്ലെയിനിലായി വൈബ്രേഷൻസ് അല്ലെങ്കിൽ ലൈറ്റിലെ വൈബ്രേഷൻസ് നിരന്നു നിന്ന് കഴിഞ്ഞാൽ ആ ലൈറ്റിനെ നമ്മൾ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറയും.
പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറയും. അപ്പൊ ഓർഡിനറി ലൈറ്റ്, ഒരു ലൈറ്റ് ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ലൈറ്റ് എല്ലാ ഡയറക്ഷനിലും വൈബ്രേറ്റ് ചെയ്യാനുള്ള, മൂവ് ചെയ്യുവാനുള്ള അതിനുള്ള കഴിവ് അതിനുണ്ട്. ഈ ഓർഡിനറി ലൈറ്റിനെ ഒരു നിക്കോൾ പ്രിസത്തിൽ കൂടി കടത്തി വിടുമ്പോൾ ഈ ലൈറ്റ് അതിനകത്ത് കയറി വെളിയിൽ ഇറങ്ങുകയും ഈ ലൈറ്റിലെ വൈബ്രേഷനുകൾ, പല ഡയറക്ഷനിൽ മൂവ് ചെയ്തുകൊണ്ടിരുന്ന ലൈറ്റ് എല്ലാം കൂടി അതിന്റെ എല്ലാം കൂടെ വൈബ്രേഷൻ ഒരു പ്ലെയിനിൽ നിരന്ന് നിൽക്കുകയും ചെയ്യും. അതിനെ വിളിക്കുന്ന പേര് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് എന്നാണ്. ഈ ലൈറ്റിനെ നമ്മൾ നമ്മൾ ഉണ്ടാക്കിയ ഓർഗാനിക് കോമ്പൗണ്ടിലേക്ക് പാസ് ചെയ്യുന്ന സമയത്ത് ആ ഓർഗാനിക് കോമ്പൗണ്ടിൽ ലൈറ്റ് അതിനുള്ളിൽ കയറി വെളിയിൽ ഇറങ്ങുന്ന സമയത്ത് അതിന്റെ വൈബ്രേഷൻസ് ചിലപ്പോ റൈറ്റിലേക്ക് ഡിഫ്ലക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നേരെ ഇരിക്കുകയായിരുന്നു, അത് എങ്ങോട്ട് ഡിഫ്ലക്ട് ചെയ്തു? റൈറ്റിലേക്ക് ഡിഫ്ലക്ട് ചെയ്ത് വരാനുള്ള സാധ്യതയുണ്ട്. ഈ സൊല്യൂഷനാണ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ റൈറ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്തത്. സോ ഈ സൊല്യൂഷൻ നമ്മൾ ഡെക്സ്ട്രോ റൊട്ടേറ്ററി സബ്സ്റ്റൻസ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ ഡി അല്ലെങ്കിൽ പ്ലസ് ഐസോമർ എന്ന് വിളിക്കും. എന്താണ് ഡെക്സ്ട്രോ റൊട്ടേറ്ററി സബ്സ്റ്റൻസ് വെച്ചാൽ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ റൈറ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന വസ്തുക്കളെയാണ് നമ്മൾ, ആ തരം സൊല്യൂഷനുകളെയാണ് നമ്മൾ ഡെക്സ്ട്രോ റൊട്ടേറ്ററി ഡി അല്ലെങ്കിൽ പ്ലസ് ഐസോമർ എന്ന് വിളിക്കുന്നത്. ഇനി ഇതേ വസ്തുവിനെ വേറൊരു സൊല്യൂഷനിലൂടെ പാസ് ചെയ്യുന്നു. ആ ലൈറ്റ് വെളിയിൽ ഇറങ്ങുന്ന സമയത്ത് ആ ലൈറ്റിലെ വൈബ്രേഷൻസ് പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയാണ് കാണാൻ കഴിയുന്നത്. അതായത് ഇവിടെ എന്താ പറ്റിയ, പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ലെഫ്റ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്ത് കാണപ്പെടുന്നു. ഇതിനെ നമ്മൾ, അതായത് ഈ സൊല്യൂഷൻ നമ്മുടെ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ ലെഫ്റ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഈ സൊല്യൂഷൻ നമ്മൾ ലീവോ റൊട്ടേറ്ററി സബ്സ്റ്റൻസ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ എൽ ഐസോമർ അല്ലെങ്കിൽ മൈനസ് ഐസോമർ എന്ന് വിളിക്കും. ഇത്രയും ഓർത്ത് വയ്ക്കണം. Dextro rotatory substance D isomer or plus isomer, levo rotatory substance L isomer or minus isomer. ഈ രണ്ട് വസ്തുക്കളെയും കൂടി ഒരുമിച്ച് ഒരേ വസ്തു തന്നെ ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആയും ലീവോ റൊട്ടേറ്ററി ആയും പ്രകൃതിയിൽ നിലനിൽക്കാൻ പറ്റും. ഈ രണ്ട് ഐസോമറിനെ കൂടെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇനാൻഷ്യോമർ, അല്ലെങ്കിൽ ഒപ്റ്റിക്കലി ആക്റ്റീവ് സബ്സ്റ്റൻസ്. അപ്പോ ഒരേ കോമ്പൗണ്ടിന്റെ തന്നെ ഡെക്സ്ട്രോ ഫോമിനെയും ലീവോ ഫോമിനെയും കൂടെ നമ്മൾ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് ഇനാൻഷ്യോമർ, അല്ലെങ്കിൽ തന്നെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഒപ്റ്റിക്കലി ആക്റ്റീവ് സബ്സ്റ്റൻസ്. ഇങ്ങനെ ഒരു കോമ്പൗണ്ട് തന്നെ രണ്ട് വ്യത്യസ്ത രൂപങ്ങളിൽ നിലനിൽക്കുകയും പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ റൈറ്റിലേക്കും പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ ലെഫ്റ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്യുകയും ചെയ്യാം. ആ ഒരു ഫിനോമിനോണിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി. ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും റൊട്ടേറ്റ് ചെയ്യാൻ നമ്മുടെ ഈ സൊല്യൂഷനുകൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ ആ സൊല്യൂഷനുകളെ നമ്മൾ ഒപ്റ്റിക്കലി ആക്റ്റീവ് സബ്സ്റ്റൻസുകൾ എന്നും, ആ ആക്ടിവിറ്റിയെ നമ്മൾ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി എന്നും വിളിക്കും. ഇത്രയും മനസ്സിലായോ നിങ്ങൾക്ക്? ഓ സർ. ഇനി ഒരു കോമ്പൗണ്ട് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആകണമെങ്കിൽ, ഒരു കോമ്പൗണ്ട് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആകണമെങ്കിൽ അതിൽ കൈറൽ കാർബൺ ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് നോക്കാം. ഈ 4 ഓപ്ഷനുകളെ പരിശോധിച്ചാൽ 2-methyl hexane, 3-methyl hexane, അതിന്റെ ചിത്രം വരയ്ക്കുന്ന സമയത്ത് 3-methyl hexane, ഹെക്സൈൻ എന്ന് പറയുമ്പോൾ 6 കാർബൺസ് ഉണ്ട്. 1, 2, 3, 4, 5, 6. മൂന്നാമത്തെ കാർബണിൽ ഒരു മീഥൈൽ, CH3, CH2, CH, CH2, CH2, CH3. ഈ ഒരു കോമ്പൗണ്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതിലെ കൈറൽ കാർബൺ ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ആദ്യത്തെ കാർബൺ നിങ്ങൾ പരിശോധിക്കുക. ആദ്യത്തെ കാർബണിൽ 3 ഹൈഡ്രജൻ ഉണ്ട്. സോ കാർബണിൽ 3 ഹൈഡ്രജൻ ഉണ്ട്. സോ അത് കൈറൽ അല്ല, കാരണം 3 വാലൻസിൽ ഒരേ ഗ്രൂപ്പ് വന്നിരിക്കുന്നു. ഇവിടത്തെ കാർബണിൽ 4 വാലൻസി വരച്ചു കഴിഞ്ഞാൽ ഓരോ കാർബൺ എടുത്ത് പരിശോധിക്കണം. ഈ കാർബൺ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതിൽ 2 ഹൈഡ്രജൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സോ ഒരു 2 വാലൻസിൽ ഹൈഡ്രജൻ ആയിരിക്കും. സോ അതും എന്തല്ല, കൈറൽ അല്ല. ഈ കാർബൺ എടുത്ത് പരിശോധിച്ചാൽ ഇതും കൈറൽ അല്ല. ഈ കാർബൺ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതിൽ 2 ഹൈഡ്രജൻ ആൾറെഡി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സോ അതും കൈറൽ അല്ല. ഈ കാർബൺ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിൽ 2 ഹൈഡ്രജൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്.
രണ്ട് ഒരേ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അത് കൈറലല്ല. ഈ കാർബണിൽ 3 സെയിം ഗ്രൂപ്പ് ഉണ്ട്, 3 H ഉണ്ട്, അതും കൈറലല്ല. അപ്പൊ ഈ ഒരു കാർബൺ നമുക്ക് പരിശോധിക്കാം. ഈ കാർബൺ നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു H ഉണ്ട്, ലെഫ്റ്റ് സൈഡിൽ ഒരു CH2 ഗ്രൂപ്പ് ഉണ്ട്, താഴെ ഒരു CH3 ഗ്രൂപ്പ് ഉണ്ട്, റൈറ്റ് സൈഡിൽ ഒരു CH2 ഗ്രൂപ്പ് ഉണ്ട്. സോ ഇത് എന്താണ്? കൈറൽ ആണ്. പറഞ്ഞത് മനസ്സിലായോ? ഈ കാർബണിൽ 4 ഡിഫറെന്റ് ഗ്രൂപ്പുകൾ ഉണ്ട്. സോ ഈ കാർബൺ എന്ന് പറയുന്നത് കൈറലാണ്. പയ്യന്മാർക്ക് മനസ്സിലാവുന്നുണ്ടോ അവിടെ? ഓ സാർ. അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ബ്യൂട്ടാൻ 2-ol. ഇത് കൈറൽ കാർബണുള്ള കോമ്പൗണ്ട് അല്ല. ബ്യൂട്ടാൻ 2-ol നോക്കാം. ബ്യൂട്ടാൻ എന്ന് പറയുമ്പോൾ 4 കാർബൺ, 1 2 3 4, രണ്ടാമത്തതിൽ OH, CH3 CH CH2 CH3. ഇവിടെയും നിങ്ങൾ ഓരോ കാർബൺ ആയിട്ട് എടുത്ത് പരിശോധിക്കണം. ഇവിടെ 3 സെയിം ആറ്റങ്ങളുണ്ട്, ഇവിടെ 2 സെയിം ആറ്റങ്ങളുണ്ട്, ഇവിടെ 3 സെയിം ആറ്റങ്ങളുണ്ട്. പക്ഷെ ഈ കാർബൺ പരിശോധിച്ചു കഴിഞ്ഞാൽ ആ കാർബണിന്റെ 4 വാലൻസികളിൽ 4 ഗ്രൂപ്പുകളാണ്. ഈ കാർബണിൽ H ഉണ്ട്, ഈ കാർബണിൽ CH3 ഉണ്ട്, ഈ കാർബണിൽ തന്നെ ഒരു CH2 ഉണ്ട്, ഈ കാർബണിൽ തന്നെ താഴെ ഒരു OH ഗ്രൂപ്പ്. ഈ കാർബണിൽ 4 വാലൻസുകളിലും 4 ഡിഫറെന്റ് ഗ്രൂപ്പുകളാണ്. സോ നമുക്ക് പറയാം ഈ കാർബൺ എന്ന് പറയുന്നത് കൈറൽ കാർബൺ ആണ്. ഈ കാർബൺ എന്ന് പറയുന്നത് കൈറൽ കാർബൺ ആണ്. സോ ഇതിലും കൈറൽ കാർബൺ ഉണ്ട്, ഇതിലുണ്ട്. ആദ്യത്തേതിലും നാലാമത്തെ കോമ്പൗണ്ടിലും എന്തുണ്ട്? കൈറൽ കാർബൺ ഉണ്ട്. നോട്ട് എ കൈറൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അടുത്തൊരു മോളിക്യൂൾ നോക്കാം. ഈ ഒരു മോളിക്യൂൾ നോക്കാം. 2,3 ഡൈബ്രോമോ ബ്യൂട്ടൈൻ. 2,3 ഡൈബ്രോമോ ബ്യൂട്ടൈൻ. 1 2 3 4. രണ്ടാമത്തേലും ബ്രോമിൻ, മൂന്നാമത്തേലും ബ്രോമിൻ. CH3 CH H H3. ഇതും കൈറൽ കാർബൺ ആണ്, ഇതും കൈറൽ കാർബൺ ആണ്. അപ്പൊ 2 കൈറൽ കാർബൺസ് ഇവിടെ ഉണ്ട്. കാരണം ഇതിലും H CH3 Br 3 ഗ്രൂപ്പുകൾ, ഇവിടെ ഒരു CH, 4 ഗ്രൂപ്പുകളാണ് ഇവിടെ ഈ CH അറ്റാച്ച് ചെയ്തേക്കുന്നത്, കാർബണിൽ അറ്റാച്ച് ചെയ്യുന്നത്. ഇവിടെ 4 വ്യത്യസ്ത ഗ്രൂപ്പുകളാണ്. ഇത് 2 കൈറൽ കാർബൺ ആണ്. ഇതും എന്താണ്? ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള കോമ്പൗണ്ട് ആണ്, കൈറൽ ഉണ്ട്. ഇത് നോക്കുക, ഈ ഒരു കോമ്പൗണ്ട് നോക്കുക. 2,3 ഡൈഹൈഡ്രോക്സി പ്രൊപ്പനോയിക് ആസിഡ്. 2,3 ഡൈഹൈഡ്രോക്സി പ്രൊപ്പനോയിക് ആസിഡ്. ഇവിടെ നോക്കുമ്പോ 2,3 ഡൈഹൈഡ്രോക്സി പ്രൊപ്പനോയിക് ആസിഡ്, പ്രൊപ്പൻ എന്ന് പറയുമ്പോൾ 1 2 3 4. പ്രൊപ്പനോയിക് ആസിഡ് ആകുമ്പോൾ COH, CH3 CH2 2,3 1 2 3 സോറി സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ പ്രൊപ്പനോയിക് ആസിഡ് 1 2 3 കാർബൺ, അതിൽ അവസാനത്തെ COH 1 2 3. COH-ന് 1 എന്ന് പറഞ്ഞ നമ്പർ കൊടുക്കണം. 2ലും 3ലും 2 OH ഡൈഹൈഡ്രോക്സി. ഇവിടെ ഒരു OH, ഇവിടെ ഒരു OH, CH CH2. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും കൈറൽ കാർബൺസ് ഉണ്ട്. ഈ ഒരു കാർബൺ എന്ന് പറയുന്നത് കൈറലാണ്, സെക്കൻഡ് കാർബൺ എന്ന് പറയുന്നത് കൈറലാണ്. അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ എല്ലാ കോമ്പൗണ്ടിലും കൈറൽ കാർബൺ ഉണ്ട് എന്ന് മനസ്സിലാവും. പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് വിച്ച് ഈസ് നോട്ട് എ കൈറൽ എന്നാണ്. അപ്പൊ കൈറൽ കാർബൺ ഉണ്ടെങ്കിൽ പാലിച്ചിരിക്കേണ്ട ഒന്നാമത്തെ റൂളാണ് കൈറൽ കാർബൺ ഇസ് ദ കാർബൺ ഇൻ വിച്ച് എന്താണ് കൈറൽ, ഒരു കോമ്പൗണ്ട് കൈറൽ ആവണമെങ്കിൽ ഒരു കൈറൽ കാർബൺ എങ്കിലും അതിനുണ്ടായിരിക്കണം. അത് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമതൊരു പോയിന്റ് കൂടെ സാറ്റിസ്ഫൈ ചെയ്യണം. പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ടാവാൻ പാടില്ല. പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ടാവാൻ പാടില്ല. പ്ലെയിൻ ഓഫ് സിമെട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ
ഒ എന്ന് പറയുന്നതിന് പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ട്. കാരണം ഇങ്ങനെ നമ്മൾ ഒരു പ്ലെയിൻ വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ഒരു പാർട്ടും ഇങ്ങനത്തെ ഒരു പാർട്ടുമാണ് കിട്ടുന്നത്. സോ രണ്ട് ഈക്വൽ പാർട്ടാണ് കിട്ടുന്നത്. ഒരു വസ്തുവിനെ ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും പ്ലെയിനിൽ കൂടി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ഈക്വൽ പാർട്ട് കിട്ടുന്നെങ്കിൽ അതിന് പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ട് എന്ന് പറയാം. നമ്മുടെ മോളിക്യൂളിന് പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ടാവാൻ പാടില്ല. പ്ലെയിൻ ഓഫ് സിമെട്രി എന്ന് പറയുന്ന സാധനം ഇല്ലെങ്കിൽ മാത്രമേ അത് കൈറൽ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ രണ്ട് കാര്യങ്ങളുണ്ട്. ഒരു കാർബണിൽ 4 വാലൻസി 4 ഡിഫറെന്റ് ഗ്രൂപ്പുകൾ വരണം. പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ ഈ ഒരു മോളിക്യൂൾ നോക്കിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാത്തിലും പ്ലെയിൻ ഓഫ് സിമെട്രി കാണത്തില്ല. ഈ ഒരു മോളിക്യൂൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ ഇങ്ങനെ ഒരു പ്ലെയിൻ വെച്ച് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഈക്വൽ പാർട്ട് ഉണ്ട്, ഇവിടെ ഒരു ഈക്വൽ പാർട്ട് ഉണ്ട്. അപ്പൊ രണ്ട് ഈക്വൽ പാർട്ടിനെ ഇങ്ങനെ കട്ട് ചെയ്താൽ കിട്ടുകയാണ്. അപ്പൊ അതായത് ഈ ഒരു മോളിക്യൂളിന് പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ട്. കൈറൽ ആണെങ്കിൽ പ്ലെയിൻ ഓഫ് സിമെട്രി വരാൻ പാടില്ല. ഈ ഒരു മോളിക്യൂൾ എന്ന് പറയുന്നത് കൈറൽ അല്ല. എന്താണ്? കൈറൽ കാർബൺ ഉണ്ടെങ്കിൽ പോലും ഇതെന്താണ്? എക്കൈറലാണ്. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെന്തുണ്ട്? ഒരു പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ട്. അതായത് ഒരു ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടുന്ന പാർട്ടും ഇവിടെ കിട്ടുന്ന പാർട്ടും സെയിം ആണ്. ഒരേ പാർട്ട് ഒരു പ്ലെയിൻ ഉപയോഗിച്ച് കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് കൈറൽ, ദാറ്റ് ഈസ് എക്കൈറൽ. ഓപ്ഷൻ സി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. മനസ്സിലായോ? സർ. ഓ സർ. ബാക്കിയുള്ളവര് മനസ്സിലായി സർ. മനസ്സിലായി സർ. അടുത്തൊരു ചോദ്യം. The major product X in the following reaction is. ഇവിടെ ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ആണ്. നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഒരു റിയാക്ഷൻ ആണ്. പെറോക്സൈഡിന്റെ പ്രസൻസിൽ ആൽക്കീനിലേക്ക് ഒരു മോളിക്യൂൾ ആഡ് ചെയ്യാണ്. CH3 CH ഡബിൾ ബോണ്ട് CH2 എന്ന് പറയുന്ന മോളിക്യൂളിലോട്ട് HI ആഡ് ചെയ്യുന്നു ഇൻ പ്രസൻസ് ഓഫ് പെറോക്സൈഡ്. പെറോക്സൈഡിന്റെ സാന്നിധ്യത്തിൽ രണ്ട് മോളിക്യൂൾ ആഡ് ചെയ്യുന്നു. പെറോക്സൈഡിന്റെ സാന്നിധ്യത്തിൽ അല്ലാതെയും രണ്ട് മോളിക്യൂൾസിനെ ആഡ് ചെയ്യാൻ കിട്ടും. CH3 CH ഡബിൾ ബോണ്ട് CH2 പ്ലസ് HI എന്ന് മാത്രം എഴുതുകയാണ്. ഇതിൽ രണ്ടിലും റിയാക്റ്റന്റ് സെയിം ആണെങ്കിലും പ്രോഡക്റ്റ് വ്യത്യാസമാണ്. പെറോക്സൈഡിന്റെ പ്രസൻസിൽ അല്ല ആഡ് ചെയ്യുന്നതെങ്കിൽ അവിടെ പാലിച്ചിരിക്കേണ്ട നിയമമാണ് മാർക്കോനിക്കോസ് റൂൾ. പെറോക്സൈഡിന്റെ പ്രസൻസിലാണ് എന്നുണ്ടെങ്കിൽ അവിടെ പാലിച്ചിരിക്കേണ്ട നിയമമാണ് ആന്റി മാർക്കോനിക്കോസ് റൂൾ, അല്ലെങ്കിൽ ഖരാഷ് എഫക്ട്, അല്ലെങ്കിൽ പെറോക്സൈഡ് എഫക്ട്. പെറോക്സൈഡിന്റെ സാന്നിധ്യത്തിൽ ആന്റി മാർക്കോനിക്കോസ് റൂൾ ഓർ ഖരാഷ് എഫക്ട് ഓർ പെറോക്സൈഡ് എഫക്ട്. പെറോക്സൈഡ് ഇല്ലെങ്കിൽ അതിന് നമ്മൾ മാർക്കോനിക്കോസ് റൂൾ പറയും. മാർക്കോനിക്കോസ് റൂൾ ആദ്യം പറയാം. അതായത് ഇവിടെ HI ഉണ്ട്. HIയിൽ H പ്ലസും I മൈനസും ഉണ്ട്. ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യും. ഡബിൾ ബോണ്ടിന്റെ ലെഫ്റ്റിൽ റൈറ്റിൽ നോക്കും. ഡബിൾ ബോണ്ടിന്റെ ലെഫ്റ്റിൽ ഒരു ഹൈഡ്രജൻ ആണ്. ഡബിൾ ബോണ്ടിന്റെ റൈറ്റ് സൈഡിൽ രണ്ട് ഹൈഡ്രജൻ ആണ്. മാർക്കോനിക്കോസ് റൂൾ പറയുന്നത് നെഗറ്റീവ് പാർട്ട് ഹൈഡ്രജൻ കുറഞ്ഞ സ്ഥലത്ത് പോകുന്നതാണ്. HIയിൽ H പ്ലസും I മൈനസും ഉണ്ട്. I മൈനസ് ആണ് ഇവിടുത്തെ നെഗറ്റീവ് പാർട്ട്. അവൻ ഹൈഡ്രജൻ കുറഞ്ഞ സ്ഥലത്തും പോസിറ്റീവ് പാർട്ട് ഹൈഡ്രജൻ കൂടിയ സ്ഥലത്തും പോകും. സോ CH3 CHI സിംഗിൾ ബോണ്ട് CH2H കൂടെ ചേരുമ്പോൾ CH3 ആണ്. ഈ ഒരു കോമ്പൗണ്ട് ആണ് ഇവിടെ പ്രോഡക്റ്റ് ആയിട്ട് ലഭിക്കുന്നത്. നെഗറ്റീവ് പാർട്ട് ആഡ് ചെയ്യുന്ന മോളിക്യൂളിലെ നെഗറ്റീവ് പാർട്ട് ഹൈഡ്രജൻ കുറഞ്ഞ സ്ഥലത്ത് പോയി അറ്റാച്ച് ചെയ്യും. ദാറ്റ് റൂൾ ഈസ് കാൾഡ് മാർക്കോനിക്കോസ് റൂൾ. ഇനി ഇവിടെ നേരെ ഓപ്പോസിറ്റ് ആണ്. പെറോക്സൈഡിന്റെ പ്രസൻസിൽ ഇതേ റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അവിടെ ഓർക്കേണ്ടത് HI സ്പ്ലിറ്റ് ചെയ്ത് H പ്ലസും I മൈനസും ആയിട്ട് മാറുന്ന നേരത്തതുപോലെ ഹൈഡ്രജൻ ഇവിടെ ഒരു ഹൈഡ്രജൻ ഇവിടെ രണ്ട് ഹൈഡ്രജൻ ആണുള്ളത്. ആന്റി മാർക്കോനിക്കോസ് റൂൾ പറയുന്നത് നെഗറ്റീവ് പാർട്ട് ഹൈഡ്രജൻ കൂടിയ സ്ഥലത്ത് പോകുന്നതാണ്. അപ്പൊ നെഗറ്റീവ് പാർട്ട് ഹൈഡ്രജൻ കൂടിയ സ്ഥലത്തും പോസിറ്റീവ് പാർട്ട് ഹൈഡ്രജൻ കുറഞ്ഞ സ്ഥലത്തും പോകും. നേരെ തിരിച്ചാണ് ഇവിടെ കയറുന്നത്. അപ്പൊ CH3 CH H കൂടെ ചേരുമ്പോൾ CH2
സിംഗിൾ ബോണ്ട് CH2ന്റെ കൂടെ I ചേരുന്നു, CH2I. ഈ ഒരു കോമ്പൗണ്ട് ആണ് ഇവിടെ ലഭിക്കുന്നത്. ആൻസർ വിൽ ബി സെക്കൻഡ് ഓപ്ഷൻ. പറഞ്ഞാൽ മനസ്സിലായുടെ? Answer. ബാക്കിയുള്ള Sir. Freon 12 is commonly used as നിങ്ങൾ കൊച്ചു ക്ലാസ് മുതലേ കേട്ടിട്ടുള്ള കാര്യമാണ്. Freon 12 എന്ന് പറയുന്നത് എന്താണ്, എന്തായിട്ട് ഉപയോഗിക്കുന്നതാണ്? Freon 12 എന്ന് പറയുന്നത്, Freon എന്ന് പറയുന്നത് അതിന്റെ ഫോർമുല, Freon 12ന്റെ ഫോർമുല CH2Cl2 എന്നാണ്. സോറി, CCl2F2 എന്നാണ് ഫ്രിയോണിന്റെ ഫോർമുല. CCl2F2 എന്നാണ്. ഡൈക്ലോറോ ഡൈഫ്ലൂറോ മീഥൈൻ, ഡൈക്ലോറോ ഡൈഫ്ലൂറോ പിന്നെ ഒരു കാർബൺ മീഥൈൻ. ഡൈക്ലോറോ ഡൈഫ്ലൂറോ മീഥൈനെയാണ് നമ്മൾ Freon 12 എന്ന് വിളിക്കുന്നത്. ഇതിലെ ഒരു കോമ്പൗണ്ടിൽ കാർബണും ക്ലോറിനും ഫ്ലൂറിനും ഉണ്ട്. സോ ക്ലോറോ ഫ്ലൂറോ കാർബൺ ആണ്. ക്ലോറോ ഫ്ലൂറോ കാർബൺ ആണ് ഈ കോമ്പൗണ്ട്. ക്ലോറോ ഫ്ലൂറോ കാർബണുകളെല്ലാം റെഫ്രിജറന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ്. സോ Freon 12 എന്ന് പറയുന്നത് എന്തായിട്ട് ഉപയോഗിക്കുന്നുണ്ട്? റെഫ്രിജറന്റ് ആയിട്ട് ഉപയോഗിക്കുന്നു. ഫയർ എക്സ്റ്റിംഗ്വിഷർ ആയിട്ട് ഉപയോഗിക്കുന്ന ഗ്യാസ് കാർബൺ ടെട്രാക്ലോറൈഡ്. ഫയർ എക്സ്റ്റിംഗ്വിഷർ ആയിട്ട് ഉപയോഗിക്കുന്ന ഗ്യാസ് എന്ന് പറയുന്നത്, ഫയർ എക്സ്റ്റിംഗ്വിഷർ ആയിട്ട് ഉപയോഗിക്കുന്ന ഗ്യാസ് എന്ന് പറയുന്നത് കാർബൺ ടെട്രാക്ലോറൈഡ്. ദെൻ ഇൻസെക്ടിസൈഡ് ആയിട്ട് ഉപയോഗിക്കുന്ന സാധനം DDT, ഡൈക്ലോറോ ഡൈഫിനൈൽ ട്രൈക്ലോറോ ഈഥൈൻ. അതാണ് ഇൻസെക്ടിസൈഡ് ആയിട്ട് ഉപയോഗിക്കുന്ന കോമ്പൗണ്ട് എന്ന് പറയുന്നത്. ഡൈക്ലോറോ ഡൈഫിനൈൽ ട്രൈക്ലോറോ ഈഥൈൻ, DDT. ഇനി അതിന്റെ സ്ട്രക്ചർ, DDTയുടെ സ്ട്രക്ചർ CCl3 CH ബെൻസീൻ റിങ് Cl. ഇതാണ് DDTയുടെ സ്ട്രക്ചർ ആയിട്ട് വരുന്നത്. ഡൈക്ലോറോ 2 ബെൻസീൻ റിങ്. അപ്പൊ ഡൈക്ലോറോ 2 ബെൻസീൻ റിങ്ങിനെ നമ്മൾ ഫിനൈൽ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഡൈക്ലോറോ ഡൈഫിനൈൽ ട്രൈക്ലോറോ 3 ക്ലോറിൻ 2 കാർബൺ ഈഥൈൻ. ഡൈക്ലോറോ ഡൈഫിനൈൽ ട്രൈക്ലോറോ ഈഥൈൻ 2 കാർബൺ. ഇതാണ് DDTയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോൾവെന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു കോമ്പൗണ്ട് ആണ് ക്ലോറോഫോം, CHCl3 ക്ലോറോഫോം. മറ്റൊരു പേര് 3 ക്ലോറിനും 1 കാർബണും, ട്രൈക്ലോറോ മീഥൈൻ. CHCl3 is called chloroform. ക്ലോറോഫോം ഒരു പരിധിയിൽ കൂടുതൽ ശ്വസിച്ചാലും കാർബൺ ടെട്രാക്ലോറൈഡ് നമ്മൾ ഒരു പരിധിയിൽ കൂടുതൽ നമ്മുടെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞാലും അത് ടോക്സിക് ആണ്, അല്ലെങ്കിൽ അത് പോയിസണസ് ആണെന്ന് പറയും. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ബ്ലഡിൽ എത്തിക്കഴിഞ്ഞാൽ അത് ഫോസ്ജീൻ എന്ന് പറയുന്ന ഒരു വസ്തുവായിട്ട് മാറും. ഫോസ്ജീൻ COCl2 കാർബണൈൽ ക്ലോറൈഡ്, അല്ലെങ്കിൽ ഫോസ്ജീൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ആവും. ഫോസ്ജീൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ, ഈ ഒരു കോമ്പൗണ്ട് ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ അതെന്താണ്, ആൾക്കാരുടെ മരണത്തിലേക്ക് കാരണമാവും. ക്ലോറോഫോം CHCl3 കാർബൺ ടെട്രാക്ലോറൈഡ് ഒരുപാട് ശ്വസിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ മരിച്ചു പോകാൻ കാരണം ബ്ലഡിൽ കൂടുതലായിട്ട് ഫോസ്ജീൻ അല്ലെങ്കിൽ COCl2 എന്ന് പറയുന്ന കോമ്പൗണ്ട് ഉണ്ടാവുന്നതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉപയോഗിച്ച് തീ അണച്ചു കഴിഞ്ഞാൽ ആ മുറിയുടെ ജനലും വാതിലും ഒക്കെ തുറന്നിടണം എന്ന് പറയും. ഹൈലി വെന്റിലേറ്റഡ് ആക്കണം എന്ന് പറയും. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മുറിക്കുള്ളിൽ കാർബൺ ടെട്രാക്ലോറൈഡ് തങ്ങി നിൽക്കുകയും ഈ കാർബൺ ടെട്രാക്ലോറൈഡ് അറ്റ്മോസ്ഫിയറിലുള്ള വാട്ടർ വേപ്പറുമായി റിയാക്ട് ചെയ്ത് ഫോസ്ജീൻ എന്ന് പറയുന്ന ഗ്യാസ്, COCl2 എന്ന് പറയുന്ന ഗ്യാസ് അവിടെ ഉണ്ടായി കാണുകയും ചെയ്യും. ഈ COCl2 എന്ന് പറയുന്ന ഗ്യാസ് അവിടെ ഉണ്ടായി കഴിഞ്ഞാൽ അത് എൻവയോൺമെന്റൽ പൊല്യൂഷൻ ഉണ്ടാക്കുകയും
ആൾക്കാരുടെ മരണത്തിലേക്ക് കാരണമാവുകയും ചെയ്യും. ആ മുറിയിൽ തങ്ങി നിൽക്കാതെ ആ ഒരു ഗ്യാസിനെ പുറത്തേക്ക് കളയുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റൂമിലെ ജനലും വാതിലും ഒക്കെ തുറന്നിടണം എന്ന് പറയും. ഓക്കെ, നമ്മൾ അടുത്തത് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 7ാമത്തെ ചോദ്യമാണ്. One to dichloroethene is known to exhibit dash. One to dichloroethene എന്ന് പറയുന്ന സ്ട്രക്ചർ, എത്തീൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, CH2 ഡബിൾ ബോണ്ട് CH2 ആണ് എത്തീൻ. 1 to dichloroethene എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും കാർബണിൽ 2 ക്ലോറിൻ വരുന്നു. CH2 Cl ഡബിൾ ബോണ്ട് CH2 Cl, സോറി ഒരേ ഉള്ളൂ. CH ഡബിൾ ബോണ്ട് CHCl. ഓക്കെ, ഇതാണ് 1 to dichloroethene. ഈ ഒരു കോമ്പൗണ്ട് നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ ഡബിൾ ബോണ്ട് ഉള്ള ഒരു കോമ്പൗണ്ട് ആണ്, ആൽക്കീനാണ്. ആൽക്കീനുകൾ കാണിക്കുന്ന ഇവിടെ ഇപ്പോ ഇത് കൈറൽ അല്ല, കാരണം കാർബണിന്റെ ഒരു വാലൻസിൽ ക്ലോറിൻ ഉണ്ട്, 2 വാലൻസിയിലും CH ആണ്. ഒരു കാർബണിന്റെ 4 വാലൻസ് നമ്മൾ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഒരു കാർബണിന്റെ ഒരു വാലൻസിൽ H, അടുത്ത വാലൻസിൽ ക്ലോറിൻ, പിന്നെ ഡബിൾ ബോണ്ട് ആണ്. ഡബിൾ ബോണ്ട് എന്ന് വെച്ചാൽ 2 വാലൻസിൽ നിന്നാണ്, 2 വാലൻസിൽ CH ആണ്. അപ്പൊ ഇവിടെ CH, ഇവിടെ CH. ഇത് കൈറൽ അല്ല, ഇതും കൈറൽ അല്ല. അപ്പൊ കൈറൽ കാർബണുകളെല്ലാം അത് ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കില്ല. കൈറൽ കാർബണുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കുള്ളൂ. പിന്നെ ഉള്ളത് ഈ ഡബിൾ ബോണ്ടുള്ള കോമ്പൗണ്ടുകളൊക്കെ കാണിക്കുന്ന ഐസോമറിസം ആണ് ജോമെട്രിക്കൽ ഐസോമറിസം. അപ്പോൾ എന്താണ് ജോമെട്രിക്കൽ ഐസോമറിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജോമെട്രിയിലുള്ള മാറ്റം ഉണ്ടാകുന്ന ഐസോമറിസം ആണ് ജോമെട്രിക്കൽ ഐസോമറിസം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇതൊരു കോമ്പൗണ്ട് ആണ്. ഈ കോമ്പൗണ്ട് തന്നെ ഞാൻ വരയ്ക്കുകയാണ്, Cl Cl H H. ഇതേ കോമ്പൗണ്ടിനെ തന്നെ വേറെ രീതിയിൽ വരയ്ക്കാം, C ഡബിൾ ബോണ്ട് C H H Cl Cl. ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരേ ഗ്രൂപ്പുകൾ ഓപ്പോസിറ്റ് സൈഡിലാണ്, പക്ഷെ ഒരേ ഗ്രൂപ്പുകൾ ഇവിടെ ഒരേ സൈഡിലാണ്. ഒരേ ഗ്രൂപ്പുകൾ ഓപ്പോസിറ്റ് സൈഡിൽ വന്നാൽ നമ്മൾ അതിനെ ട്രാൻസ് ഐസോമർ എന്നും, ഒരേ ഗ്രൂപ്പുകൾ ഒരേ സൈഡിൽ വന്നാൽ നമ്മൾ അതിനെ സിസ് ഐസോമർ എന്നാണ് വിളിക്കുന്നത്. ഒരു മോളിക്കൂൾ തന്നെ ട്രാൻസും സിസുമായിട്ട് നിൽക്കാം. അതുകൊണ്ട് ഈ ഐസോമറിസിനെ നമ്മൾ സിസ് ട്രാൻസ് ഐസോമറിസം എന്നും വിളിക്കാറുണ്ട്. ജോമെട്രിക്കൽ ഐസോമറിസം എന്നാണ് ഇതിനെ വിളിക്കുന്നത്, അല്ലെങ്കിൽ ഇതിനെ വിളിക്കുന്ന പേരാണ് സിസ് ട്രാൻസ് ഐസോമറിസം. അതായത് ഒരു മോളിക്യൂളിന്റെ സ്ട്രക്ചറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഡബിൾ ബോണ്ടിന്റെ അപ്പുറം ഇപ്പുറം ഉള്ള ആറ്റങ്ങളുടെ പൊസിഷൻ മാറ്റമുണ്ട്. ഇവിടെ ഇപ്പൊ ഡബിൾ ബോണ്ട് ലെഫ്റ്റ് സൈഡിൽ ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ആണ്, ഡബിൾ ബോണ്ട് റൈറ്റ് സൈഡിൽ ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ആണ്. പക്ഷെ ഇവിടെ ഡബിൾ ബോണ്ട് ലെഫ്റ്റ് സൈഡിൽ ഒരേ ഗ്രൂപ്പ്സ് ആണ്, ഡബിൾ ബോണ്ട് റൈറ്റ് സൈഡിൽ ഒരേ ഗ്രൂപ്പ്സ് ആണ്. അപ്പൊ ഡബിൾ ബോണ്ടിന് അപ്പുറം ഇപ്പുറം ഉള്ള ആറ്റങ്ങളുടെ അറേഞ്ച്മെന്റ് ഒരേപോലെ ആണെങ്കിൽ അതിനെ സിസ് എന്നും, ഒരേപോലെ അല്ലെങ്കിൽ അതിനെ ട്രാൻസ് എന്നും വിളിക്കും. അപ്പൊ സിസ് ഐസോമർ ആണ് എങ്കിൽ, സിസ് ട്രാൻസ് ഐസോമർ ആണ് എങ്കിൽ നമുക്ക് പറയാം അത് എന്ത് ഐസോമറിസം കാണിക്കുന്നു, ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കുന്നു, അല്ലെങ്കിൽ സിസ് ട്രാൻസ് ഐസോമറിസം കാണിക്കുന്നു നമുക്ക് പറയാനായിട്ട് സാധിക്കും. ക്ലിയർ ആണോ പറഞ്ഞത്? മെറ്റാമറിസം എന്ന് പറയുന്ന ഐസോമറിസം കാണിക്കുന്നത് ഈതർ എന്ന് പറയുന്ന ഗ്രൂപ്പാണ്. CH3 O CH2 CH2 CH3 എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് എടുക്കുന്നു. CH3 CH2 O CH2 CH3 എന്ന് പറയുന്ന മറ്റൊരു കോമ്പൗണ്ട് എടുക്കുന്നു. ഈ 2 കോമ്പൗണ്ടുകൾ നിങ്ങൾ പരിശോധിച്ചാൽ ഇവിടെ ഓയുടെ ഇവിടെയുള്ള ആറ്റങ്ങളുടെ എണ്ണം ഇവിടെയുള്ള ആറ്റങ്ങളുടെ എണ്ണം സെയിം ആണ്. പക്ഷെ ഇവിടെ ഓയുടെ ലെഫ്റ്റ് സൈഡിൽ ഒരു CH3, റൈറ്റ് സൈഡിൽ 3 കാർബൺ ആണുള്ളത്. ഇവിടെ ഓയുടെ ലെഫ്റ്റ് സൈഡിൽ 2 കാർബൺ, റൈറ്റ് സൈഡിൽ 2 കാർബൺ. ഇവിടെ ഓയുടെ ലെഫ്റ്റിലും റൈറ്റിലുള്ള കാർബണിന്റെ എണ്ണം വ്യത്യാസമാണ്. ഇവിടെ ഓയുടെ ലെഫ്റ്റിലും റൈറ്റിലുള്ള കാർബണിന്റെ എണ്ണം സെയിം ആണ്. പക്ഷെ ടോട്ടൽ ആറ്റങ്ങളുടെ എണ്ണം എടുത്തു പോയി കഴിഞ്ഞാൽ
ഇതിൽ കാർബണിന്റെ ഹൈഡ്രജന്റെ ഓക്സിജന്റെ എണ്ണം തന്നെയാണ് ഇവിടെയുള്ള കാർബണിന്റെ ഹൈഡ്രജന്റെ ഓക്സിജന്റെ എണ്ണം. അതായത് രണ്ടിന്റെയും മോളിക്കുലർ ഫോർമുല സെയിം ആണ്, സ്ട്രക്ചർ വ്യത്യാസമാണ്. ആകെയുള്ള വ്യത്യാസം പറഞ്ഞാൽ O എന്ന് പറയുന്ന ഫംഗ്ഷണൽ ഗ്രൂപ്പിന്റെ ലെഫ്റ്റിലും റൈറ്റിലും ഉള്ള ആറ്റങ്ങളുടെ പൊസിഷനാണ് മാറ്റം വന്നിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് കാൾഡ് മെറ്റാമറിസം. മെറ്റാമറിസം എന്ന് പറയുന്നത് O എന്ന് പറയുന്ന ഫംഗ്ഷൻ ഗ്രൂപ്പ് അല്ലെങ്കിൽ ആൽക്കോക്സി, O എന്ന് പറയുന്ന ഗ്രൂപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആൽക്കോക്സി. ആൽക്കോക്സി ഗ്രൂപ്പിന്റെ ലെഫ്റ്റിലും റൈറ്റിലും ഉള്ള ആറ്റങ്ങളുടെ പൊസിഷനിൽ മാറ്റം ഉണ്ടാകുന്ന ഐസോമറിസിനാണ് നമ്മൾ മെറ്റാമറിസം എന്ന് പറയുന്നത്. ടോട്ടോമറിസം എന്ന് പറഞ്ഞാൽ ഒരു മോളിക്യൂളിന്റെ ഒരു സ്ഥലത്തുള്ള ഹൈഡ്രജൻ വേറൊരു സ്ഥലത്ത് പോയി അറ്റാച്ച് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ടോട്ടോമറിസം എന്ന് വിളിക്കുന്നത്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്കില്ല. CS3 വേണമെങ്കിൽ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. CS3CO CS3 ഇതൊരു കീറ്റോൺ ആണ്. ഇതില് ഇവിടെ നിന്ന് ഒരു H ഇളകി ഈ ഓയിൽ പോയി അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യും. എന്നിട്ട് ഇവിടെ നിന്ന് ഒരു H ഇളകി മോളിക്യൂളിൽ പോയി അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിന് CS3COH ഡബിൾ ബോണ്ട് CH2 എന്നാവും. ഇതിനിടയ്ക്ക് ഡബിൾ ബോണ്ട്. ഇപ്പൊ ഡബിൾ ബോണ്ടിലെ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് CS3യിലെ ഒരു H പോയി ഇവിടെ കയറി കഴിഞ്ഞാൽ ഈ ഒരു കോമ്പൗണ്ട് ആയിട്ട് മാറും. ഈ ഒരു കോമ്പൗണ്ടിനെ നമ്മൾ ഈനോൾ എന്നാണ് വിളിക്കുന്നത്. ഈ പ്രോസസ്സിനെ ടോട്ടോമറിസം എന്നാണ് വിളിക്കുന്നത്. ടോട്ടോമറിസം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു മോളിക്യൂളിന്റെ ഒരു സ്ഥലത്തുള്ള ഹൈഡ്രജൻ ഇളകി ആ മോളിക്യൂളിന്റെ തന്നെ മറ്റൊരു സ്ഥലത്ത് പോയി അറ്റാച്ച് ചെയ്യുന്ന പ്രോസസ്സാണ് ടോട്ടോമറിസം. കീറ്റോണിന് ടോട്ടോമറിസം നടത്തി കഴിഞ്ഞാൽ അത് ഈനോൾ എന്ന് പറയുന്ന കോമ്പൗണ്ട് ആയിട്ട് മാറും. മനസ്സിലായോ? സർ. ബാക്കിയുള്ളവരെന്തോ ഒന്നും ഇണ്ടാത്ത? Clear ആയി സർ. Yes sir. Clear ആയി സർ. ഓക്കെ. അടുത്തൊരു റിയാക്ഷൻ, 8ാമത്തെ റിയാക്ഷൻ. Chlorobenzene can be obtained from benzene diazonium chloride by dash reaction. Chlorobenzene എന്ന് പറഞ്ഞാൽ ബെൻസീനിൽ ക്ലോറിൻ ആണ്. ഇതുണ്ടാക്കാനായിട്ട് ഇപ്പോ ബെൻസീന്റെ മണ്ടലിൽ N2+ Cl- എന്ന് പറയുന്ന കോമ്പൗണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേര് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് എന്നാണ്. ഇതിലേക്ക് കോപ്പർ ക്ലോറൈഡ് HCl ചേർത്ത് കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പ് പോയിട്ട് അവിടെ ഒരു ക്ലോറിൻ വരും. സോ ബെൻസീന്റെ മണ്ടല് ക്ലോറിൻ ആവും. ദിസ് റിയാക്ഷൻ ഈസ് കാൾഡ് ഗട്ടർമാൻ റിയാക്ഷൻ. അമീൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിപ്പിച്ചപ്പോൾ അവിടെ ഞാനിത് പറഞ്ഞിട്ടുണ്ട്. ഗട്ടർമാൻ റിയാക്ഷൻ. അപ്പോ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിനെ കോപ്പർ ക്ലോറൈഡ് അല്ലെങ്കിൽ കുപ്രസ് ക്ലോറൈഡ് ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്ലോറോ ബെൻസീൻ കിട്ടും. ദാറ്റ് റിയാക്ഷൻ ഈസ് കാൾഡ് ഗട്ടർമാൻ റിയാക്ഷൻ. ഇനി വുഡ്സ് റിയാക്ഷൻ, ഫിറ്റിക് റിയാക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. രണ്ട് ആൽക്കൈൽ ഹാലൈഡ് RCl രണ്ട് ആൽക്കൈൽ ഹാലൈഡ് രണ്ട് സോഡിയവുമായിട്ട് ചേർത്ത് ഹീറ്റ് ചെയ്യുന്നു. രണ്ട് ആൽക്കൈൽ ഹാലൈഡിനെ രണ്ട് സോഡിയവുമായിട്ട് ചേർത്ത് ഹീറ്റ് ചെയ്യുന്നു. രണ്ട് ആൽക്കൈൽ ഹാലൈഡിനെ രണ്ട് സോഡിയവുമായിട്ട് ചേർത്ത് ഹീറ്റ് ചെയ്യുമ്പോൾ 2 NAയും 2 Cl കൂടെ ചേർന്ന് 2 NaCl ആയിട്ട് പോകും. ആറും കൂടെ കമ്പൈൻ ചെയ്ത് R ആയിട്ട് മാറും. R എന്ന് പറയുന്ന കോമ്പൗണ്ടുകൾ നമ്മൾ ആൽക്കൈൻ എന്നാണ് വിളിക്കുന്നത്. ദിസ് റിയാക്ഷൻ ഈസ് കാൾഡ് വുഡ്സ് റിയാക്ഷൻ. ഈ റിയാക്ഷൻ നമ്മൾ വുഡ്സ് റിയാക്ഷൻ എന്നാണ് വിളിക്കുന്നത്. ഇനിയുണ്ട്. രണ്ട് ആൽക്കൈൽ ഹാലൈഡിനെ രണ്ട് സോഡിയമായിട്ട് ചേർത്ത് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് Cl-ഉം 2 Naയും Cl കൂടെ ചേർന്ന് 2 NaCl ആയിട്ട് പോകും. ആറോട് ചേർന്ന് R ആയിട്ട് മാറും. ദാറ്റ് ഈസ് ആൽക്കൈൻ. ഇത് ആൽക്കൈൽ ഹാലൈഡ് ആണ്. ഇത് മറ്റൊരു ആൽക്കൈൽ ഹാലൈഡ് ആണ്. സോ രണ്ട് ആൽക്കൈൽ ഹാലൈഡുകൾ രണ്ട് സോഡിയത്തിന്റെ പ്രസൻസിൽ ചൂടാക്കുമ്പോഴാണ് ഈ ആൽക്കൈൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് ഉണ്ടാവുന്നത്. ഇനി ആ റിയാക്ഷനാണ് നമ്മൾ വുഡ്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. രണ്ട് ഒരേപോലത്തെ ആൽക്കൈൽ ഹാലൈഡുകൾ രണ്ട് സോഡിയമായിട്ട് ചേർത്ത് ഹീറ്റ് ചെയ്യുമ്പോൾ റിയാക്ഷനാണ് വുഡ്സ് റിയാക്ഷൻ. ഇനി ഒരു ആൽക്കൈൽ ഹാലൈഡും ഒരു അറൈൽ ഹാലൈഡും കൂടെയാണ് റിയാക്ട് ചെയ്യുന്നത് വിചാരിക്കുക. ആൽക്കൈൽ ഹാലൈഡിന്റെ ഫോർമുല RCl, അറൈൽ ഹാലൈഡിന്റെ ഫോർമുല ബെൻസീനിൽ Cl പ്ലസ് 2 Na സോഡിയത്തിന്റെ പ്രസൻസ് ഹീറ്റ് ചെയ്യുന്ന വിചാരിക്കുക. 2 Naയും 2 Cl-ഉം കൂടെ ചേരും. 2 Naയും 2 Cl-ഉം കൂടെ ചേർന്നിട്ട് 2 NaCl ആവും.
ഈ ആർ ഗ്രൂപ്പ് ബെൻസീൽ അറ്റാച്ച് ചെയ്യും. അപ്പോൾ ആർ ബെൻസീൻ എന്നാവും. ഈ റിയാക്ഷൻ ഒരു ആൽക്കൈൽ ഹാലൈഡ് ഒരു അറൈൽ ഹാലൈഡ് സോഡിയത്തിന്റെ പ്രസൻസ് ഹീറ്റ് ചെയ്യുന്ന റിയാക്ഷനെ വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ എന്നാണ് വിളിക്കുന്നത്. വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ എന്നാണ് വിളിക്കുന്നത്. വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ എന്നാണ് വിളിക്കുന്നത്. ഇനിയുണ്ട് രണ്ട് അറൈൽ ഹാലൈഡുകളാണ് റിയാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, രണ്ട് ഒരേപോലത്തെ അറൈൽ ഹാലൈഡുകൾ. അറൈൽ ഹാലൈഡ് എന്ന് വെച്ചാൽ ബെൻസീൽ ഹാലജൻ. ഇവിടെ ബെൻസീൽ ഹാലജൻ, അടുത്തൊരു ബെൻസീൽ ഹാലജൻ പ്ലസ് 2Na heating. 2Na 2Cl combined form 2NaCl. 2NaCl ആയിട്ട് പോകും. Benzene will attach with benzene. Benzene will attach with benzene. This compound is called biphenyl or diphenyl. ഈ റിയാക്ഷനെ വിളിക്കുന്ന പേര് ഫിറ്റിക് റിയാക്ഷൻ. ഈ റിയാക്ഷനെ വിളിക്കുന്ന പേര് ഫിറ്റിക് റിയാക്ഷൻ. അതായത് രണ്ട് സെയിം ആൽക്കൈൽ ഹാലൈഡ് ആണെങ്കിൽ വുഡ്സ് റിയാക്ഷൻ. ഒരു ആൽക്കൈൽ ഹാലൈഡ് ഒരു അറൈൽ ഹാലൈഡ്. അറൈൽ ഹാലൈഡ് എന്ന് വെച്ചാൽ ബെൻസീൽ ഹാലൈഡ് വരുന്ന കോമ്പൗണ്ട്. ഒരു ആൽക്കൈൽ ഹാലൈഡ് ഒരു അറൈൽ ഹാലൈഡ് ആണെങ്കിൽ ഉണ്ടാകുന്ന റിയാക്ഷൻ വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ. ഒരു അറൈൽ ഹാലൈഡും വേറൊരു അറൈൽ ഹാലൈഡും ആണ് സോഡിയത്തിന്റെ പ്രസൻസിലാണ് ഹീറ്റ് ചെയ്യുന്നതെങ്കിൽ അത് ഫിറ്റിക് റിയാക്ഷൻ. ഇനിയുണ്ട് ഇതേ റിയാക്ഷൻ തന്നെ, തൊട്ട് മുകളിൽ എഴുതിയ റിയാക്ഷൻ തന്നെ എഴുതാണ്. ക്ലോറോബെൻസീൻ പ്ലസ് ക്ലോറോബെൻസീൻ പ്ലസ് കോപ്പറിന്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യുന്നു. ഇതേ റിയാക്ഷൻ റിയാക്ടന്റ് സെയിം ആണ്, പക്ഷെ രണ്ട് സോഡിയത്തിന് വരെ ഒരു കോപ്പറിന്റെ പ്രസൻസ് ഹീറ്റ് ചെയ്യുന്നു. അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പർ ഇവിടെ ക്ലോറിൻ അല്ല വരുന്നത്, അയഡിൻ വരുന്ന റിയാക്ഷൻ ആണ് എടുക്കേണ്ടത് കേട്ടോ. അയഡിൻ ഹാലജനായിട്ട് വരുമ്പോൾ ഉള്ള റിയാക്ഷൻ ആണ് പറയുന്നത്. ഇതല്ല, അയഡിൻ ഹാലജനായിട്ട് വരും. അതായത് അയഡോബെൻസിൻ, രണ്ട് അയഡോബെൻസിൻ. ഇത് അയഡിൻ മാത്രമേ വരൂ, ഇവിടെ വേറെ ഫംഗ്ഷൻ ഇത് ഹാലജൻസ് ഒന്നും വരൂല. രണ്ട് അയഡിൻ വന്നു കഴിഞ്ഞാൽ കോപ്പറും രണ്ട് അയഡിനും കൂടെ ചേരും, എന്നിട്ട് CuI2 ആയിട്ട് മാറും. പ്ലസ് ബെൻസീനും ബെൻസീനോട് അറ്റാച്ച് ചെയ്യും. അപ്പൊ ബെൻസീൻ വിൽ അറ്റാച്ച് വിത്ത് ബെൻസീൻ ആൻഡ് ദ കോമ്പൗണ്ട് ഈസ് കാൾഡ് ബൈഫിനൈൽ or diphenyl, and the reaction is called Ullmann reaction. ഈ റിയാക്ഷൻ നമ്മൾ ഉൾമാൻ റിയാക്ഷൻ എന്നാണ് വിളിക്കുന്നത്. ഇത്രയും ക്ലിയർ ആണോ അവിടെ? ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ, ഗട്ടർമാൻ റിയാക്ഷൻ എന്ന് പറയുന്ന റിയാക്ഷൻ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് താഴെ തന്നിരിക്കുന്ന കോമ്പൗണ്ടിന്റെ IUPAC നെയിം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു കോമ്പൗണ്ടിന്റെ IUPAC നെയിം എന്താണ്? CH3 CH ഡബിൾ ബോണ്ട് CH CH2 Br. ഡബിൾ ബോണ്ടിന് ലിസ്റ്റ് നമ്പർ വരത്തക്ക രീതി നമ്പർ ചെയ്യണം. ഇവിടെ നമ്പർ ചെയ്ത് കഴിഞ്ഞാൽ ഡബിൾ ബോണ്ട് 1, രണ്ടാമതാണ് ഡബിൾ ബോണ്ട് വരുന്നത്. ഈ കാർബണിന്റെ ഇവിടെ നമ്പർ ചെയ്ത്, കാർബൺ തൊട്ടാണ് നമ്പർ ചെയ്യുന്നത്, ഇതോട്ടല്ല. ഈ കാർബണിന്റെ ഇവിടെ ഇങ്ങോട്ട് നമ്പർ ചെയ്താൽ 1, 2ലാണ് ഡബിൾ ബോണ്ട്. അപ്പൊ ഇവിടെ നിന്ന് നമ്പർ ചെയ്യുമ്പോഴും 2ലാണ്, ഇവിടെ നിന്ന് നമ്പർ ചെയ്യുമ്പോഴും 2ലാണ്. പക്ഷെ നമ്മൾ ഇവിടെ നിന്ന് നമ്പർ ചെയ്യും 1, 2, 3, 4 ഇങ്ങനെ നമ്പർ ചെയ്യും. കാരണം ഇവിടെ നിന്ന് നമ്പർ ചെയ്യുമ്പോൾ ഡബിൾ ബോണ്ട് 2ലാണ് വരുന്നത്, ഹാലജൻ 1ലാണ് വരുന്നത്. അപ്പോൾ രണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ രണ്ടിനെയും കൂടെ നമ്മൾ പരിഗണിക്കണം. ഇവിടെ നിന്ന് നമ്പർ ചെയ്യുമ്പോഴും ഡബിൾ ബോണ്ട് 2ാമതാണ്, പക്ഷെ ഹാലജൻ 4ാമതാണ് വരുന്നത്, 4ാമത്തെ കാർബണിലാണ് വരുന്നത്. പക്ഷെ ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്പർ ചെയ്ത് കഴിഞ്ഞാൽ 1ാമത്തെ കാർബണിൽ തന്നെ ഹാലജൻ വരുന്നു, 2ാമത്തെ കാർബണിൽ തന്നെ ഡബിൾ ബോണ്ട് വരുന്നു. രണ്ടിനും ചെറിയ നമ്പർ വരിക. ഇപ്പൊ 4 കാർബൺ ഉള്ളത് കൊണ്ട് നമ്മൾ ബ്യൂട്ട് എന്നാണ് നമ്മൾ ചേർക്കുന്നത്. രണ്ടാമത്തതിൽ ഡബിൾ ബോണ്ട് ഉള്ളത് കൊണ്ട് നമ്മൾ 2ഈൻ എന്ന് കളയും. അപ്പൊ തന്നെ 2 ഓപ്ഷൻ ഉണ്ട്. ബ്യൂട്ട് 2ഈൻ വരുന്നു, 1, 2, 3, 4 ബ്യൂട്ട് 2ഈൻ വരുന്ന 2 ഓപ്ഷൻ. 1 ബ്രോമോ ബ്യൂട്ട് 2ഈനും ഉണ്ട്, 4 ബ്രോമോ ബ്യൂട്ട് 2ഈനും ഉണ്ട്. ഇത് രണ്ടും ക്യാൻസൽ ചെയ്യാം. അപ്പൊ തന്നെ ഒന്നാമത്തിലാണ് ബ്രോമിൻ വരുന്നത്. സോ 1 ബ്രോമോ ബ്യൂട്ട് 2ഈൻ, 1 ബ്രോമോ ബ്യൂട്ട് ഫസ്റ്റ് ഓപ്ഷൻ. മനസ്സിലായടെ? അടുത്ത ക്വസ്റ്റ്യൻ.
ദ പ്രിഡോമിനന്റ് പ്രൊഡക്റ്റ് ഓഫ് ഹൈഡ്രോളിസിസ് ഈ ഒരു കോമ്പൗണ്ടിനെ അക്വസ് KOH ആയിട്ട് റിയാക്ട് ചെയ്ത് എന്ത് കിട്ടും? അക്വസ് KOH എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് അവിടെ നടക്കുന്നത്. ഹാലജനെ മാറ്റിയിട്ട് ഇവിടെ ഒരു ഹാലജൻ ഉണ്ട്, ഈ ഹാലജനെ മാറ്റിയിട്ട് അവിടെ OH ഗ്രൂപ്പ് വരും എന്ന് ഞാൻ പറഞ്ഞു. അതായത് ഈ കോമ്പൗണ്ടിനെ നമുക്ക് CH3 Cl എന്നായിരുന്നു. ഈ ഒരു കോമ്പൗണ്ടിനെ അക്വസ് KOH വേണ്ടി റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ Cl മാറിയിട്ട് അവിടെ ആര് വരും? OH എന്ന് പറയുന്ന ഗ്രൂപ്പ് വരും. This will be called the product. Option D. Clear ആണോ? sir. അടുത്ത ക്വസ്റ്റ്യൻ, ഇത് നമ്മൾ ആൾറെഡി പറഞ്ഞതാണ്. രണ്ട് ആൽക്കൈൽ ഹാലൈഡ് ഡ്രൈ ഈതറിന്റെ പ്രസൻസിൽ സോഡിയമായിട്ട് ചേർത്ത് ഹീറ്റ് ചെയ്താൽ Rr+2NX ഉണ്ടാവും. അത് ഏത് റിയാക്ഷന്റെ? പറയട്ടെ. രണ്ട് ആൽക്കൈൽ ഹാലൈഡ് Woods reaction. വുഡ്സ് റിയാക്ഷൻ. രണ്ട് ആൽക്കൈൽ ഹാലൈഡ് എഴുതിയതേ ഉള്ളൂ, വുഡ്സ് റിയാക്ഷൻ. അടുത്തൊരു റിയാക്ഷൻ നോക്കാം. അപ്പൊ അവിടുത്തെ ആൻസർ സി ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. 12ന്റെ ക്വസ്റ്റ്യൻ നോക്കാം. In the reaction, CH3CH2I alcoholic potassium hydroxide X gives X plus Br2 gives Y plus potassium cyanide gives Z. അങ്ങനെയാണെങ്കിൽ Z ഏതെന്നാണ് ചോദ്യം. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് CH3CH2I ഇതിനെ നമ്മൾ ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഹാലജൻ അറ്റാച്ച് ചെയ്യുന്ന കാർബണിനെ ആൽഫ എന്ന് വിളിക്കും, ആൽഫയിൽ അറ്റാച്ച് ചെയ്യുന്ന കാർബണിനെ ബീറ്റ എന്ന് വിളിക്കും. ആൽഫയ്ക്കും ബീറ്റയ്ക്കും, ആൽഫയിൽ നിന്ന് ഹാലജനും ബീറ്റയിൽ നിന്ന് ഒരു എച്ചും കൂടെ പോകും. ആൽഫയിൽ നിന്ന് ഹാലജനും ബീറ്റയിൽ നിന്ന് ഒരു എച്ച് കൂടെ പോയിട്ട് എന്തായിട്ടങ്ങ് പോകും? HI ആയിട്ടങ്ങ് പോകും. HI ആയിട്ട് പോയിട്ട് ആൽഫയ്ക്കും ബീറ്റയ്ക്കും ഇടയിൽ ഡബിൾ ബോണ്ട് വരും. അപ്പൊ CH2 ഡബിൾ ബോണ്ട് CH2 ആയിട്ട് മാറും. ആൽഫയിൽ നിന്നും ബീറ്റയിൽ നിന്നും ഓരോ ആൾക്കാർ പോകും. ആൽഫയിൽ നിന്ന് ഒരു ഐയും ബീറ്റയിൽ നിന്ന് ഒരു എച്ച് കൂടെ ചേർന്ന് HI ആയിട്ട് പോകും. ആൽഫയ്ക്കും ബീറ്റയ്ക്കും ഇടയിൽ ഡബിൾ ബോണ്ട് വരുന്നു. അപ്പൊ ആൽക്കീൻ ആയിട്ട് മാറും. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഡിഹൈഡ്രോ ഹാലജനേഷൻ എലിമിനേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞതാണ്. ആൽക്കൈൽ ഹാലൈഡ് ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ആൽഫയിൽ നിന്ന് ഐയും ബീറ്റയിൽ നിന്ന് എച്ചും കൂടെ ചേരും. ഐയും എച്ചും കൂടെ ചേർന്ന് HI ആയിട്ട് അങ്ങ് പോകും. പിന്നെ ആൽഫയ്ക്കും ബീറ്റയ്ക്കും ഇടയിൽ ഒരു ബോണ്ട് കൂടെ വരും. ഈ ഒരു കോമ്പൗണ്ട് ആയിട്ട് മാറും. ഇതാണ് നമ്മുടെ എക്സ്. ഈ എക്സിനെ നമ്മൾ Br2 ആയിട്ട് റിയാക്ട് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോമിൻ, രണ്ട് ബ്രോമിനുമായിട്ട് റിയാക്ട് ചെയ്യും. രണ്ട് ബ്രോമിനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അഡീഷൻ റിയാക്ഷൻ ആണ്. ഈ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യും. ഇവിടെ ഒരു ബ്രോമിൻ വരും, ഇവിടെ ഒരു ബ്രോമിൻ വരും. അപ്പോ CH2Br എന്ന് പറയുന്ന കോമ്പൗണ്ട് ഉണ്ടാവും. ഇവിടെ നമുക്ക് നടക്കുന്ന റിയാക്ഷൻ അഡിഷൻ റിയാക്ഷൻ ആണ്. ഇതിന് നമ്മൾ പിന്നെയും പൊട്ടാസ്യം സയനൈഡുമായിട്ട് ചേർക്കുകയാണ്. പൊട്ടാസ്യം സയനൈഡുമായിട്ട് ചേർക്കുമ്പോൾ ബ്രോമിൻ ഉള്ള സ്ഥലങ്ങളിലെല്ലാം CN വന്ന് ചേർക്കും. സബ്സ്റ്റിറ്റ്യൂഷൻ, ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. CN എന്ന് പറയുന്നത് K പ്ലസ് CN മൈനസ് എന്നാണ്. CN മൈനസ് നെഗറ്റീവ് ചാർജുള്ള ഗ്രൂപ്പാണ്. നെഗറ്റീവ് ചാർജുള്ള ഗ്രൂപ്പിനെയാണ് ന്യൂക്ലിയോഫൈൽ എന്ന് വിളിക്കുന്നത്. ന്യൂക്ലിയോഫൈൽ രണ്ട് ബ്രോമിന്റെ സ്ഥാനത്ത് എവിടെയൊക്കെ ഹാലജൻ ഉണ്ടോ അവിടെ എല്ലാം വന്ന് കയറും. CH2 CN ഈ ഒരു കോമ്പൗണ്ട് ആണ് ഇവിടെ കിടക്കുന്നത്. മനസ്സിലായോ? Sir. Oh, sir. അപ്പൊ അവിടെ ബി എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് അവിടെ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തത് ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. പക്ഷെ ഒരു റൂളും കൂടെ അവിടെ വരുന്നുണ്ട്. ഈ ഒരു കോമ്പൗണ്ട് CH3 CH Br CH3 റൂള് വരുന്നില്ല.
ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് റിയാക്ട് ചെയ്യുന്നു. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഹാലജൻ അറ്റാച്ച് ചെയ്യുന്ന കാർബണിനെ ആൽഫ എന്ന് വിളിക്കും. ആൽഫയുടെ അപ്പുറം ഇപ്പുറം ഉള്ള കാർബൺ ബീറ്റയാണ്, ഏതെങ്കിലും ഒരു ബീറ്റ എടുക്കും. അപ്പോ ഇതിൽ നിന്ന് ബി ആറും ഇതിൽ നിന്ന് എച്ച് കൂടെ ചേർന്ന് എന്തായിട്ട് പോകും? HBr ആയിട്ട് പോകും. ആൽഫയ്ക്കും ബീറ്റയ്ക്കും ഇടയിൽ ഒരു ബോണ്ട് കൂടെ വരുന്നു. സോ CH3 CH ഡബിൾ ബോണ്ട് CH2 ആകും. ഇതാണ് നമ്മുടെ എക്സ് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ HBr ചേർക്കുന്നു ഇൻ പ്രസൻസ് ഓഫ് പെറോക്സൈഡ്. പെറോക്സൈഡിന്റെ പ്രസൻസിൽ HBr ചേർക്കുന്നു. HBrൽ H+ഉം Br മൈനസും ഉണ്ട്. ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ 2 ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ കുറഞ്ഞ സ്ഥലത്ത് പോസിറ്റീവ് പാർട്ട്, ഹൈഡ്രജൻ കൂടിയ സ്ഥലത്ത് നെഗറ്റീവ് പാർട്ടും പോയി തരും. സോ CH3 CH H കൂടെ ആകുമ്പോൾ CH2 സിംഗിൾ ബോണ്ട്, ഒരു ബോണ്ടും കൂട്ടും, CH2Br. ആന്റി മാർക്കോനിക്കോസ് റൂൾ ഒന്നും പറഞ്ഞതാണ്. ഇതാണ് നമ്മുടെ Y എന്ന് പറയും. ഈ ഒരു കോമ്പൗണ്ടിലേക്ക് സോഡിയം അയഡൈഡ് ചേർക്കും. അപ്പോ അവിടെ ഒരു റിയാക്ഷൻ പറയാനുണ്ട്. ഒന്ന് ഫിംഗിൾസ്റ്റീൻ റിയാക്ഷൻ, 2 സ്വാർട്സ് റിയാക്ഷൻ. ആൽക്കൈൽ ഹാലൈഡിലേക്ക് സോഡിയം അയഡൈഡ് ചേർത്ത് ഹീറ്റ് ചെയ്യുന്ന റിയാക്ഷൻ ഫിംഗിൾസ്റ്റീൻ റിയാക്ഷൻ. ആൽക്കൈൽ ഹാലൈഡിലേക്ക് സിൽവർ ഫ്ലൂറൈഡ് ചേർത്ത് ഹീറ്റ് ചെയ്യുന്ന റിയാക്ഷൻ സ്വാർട്സ് റിയാക്ഷൻ. എക്സും എണ്ണയുടെ ചേർന്നിട്ട് NaX ആയിട്ട് പോകും. 6 Yയും കൂടെ ചേർന്ന് 6 I ആയിട്ട് മാറും. അയഡോ ആൽക്കൈൻ ഉണ്ടാക്കുന്ന റിയാക്ഷൻ ആണ് ഫിംഗിൾസ്റ്റീൻ. ഇവിടെ AgX കൂടെ ചേർന്ന് AgX ആവും. 6F കൂടെ ചേർന്ന് 6F ആയിട്ട് മാറും. ഫ്ലൂറോ ആൽക്കൈൻ ഉണ്ടാക്കുന്ന റിയാക്ഷൻ ആണ് സ്വാർട്സ് റിയാക്ഷൻ. ഈ 2 സ്ഥലങ്ങളിലും ഹാലജൻ എക്സ് എന്ന് പറയുന്ന ഹാലജനെ മാറ്റിയിട്ട് വേറൊരു ഹാലജൻ അവിടെ വന്ന് കയറുകയാണ്. ഒരു ഹാലജനെ മാറ്റിയിട്ട് വേറൊരു ഹാലജനെ അവിടെ വന്ന് കയറുകയാണ്. അതുകൊണ്ട് ഈ 2 റിയാക്ഷനുകളെ നമ്മൾ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് ഹാലജൻ എക്സ്ചേഞ്ച് റിയാക്ഷൻ. ഹാലജൻ എക്സ്ചേഞ്ച് റിയാക്ഷൻ. ഹാലജൻ എക്സ്ചേഞ്ച് റിയാക്ഷൻ. ഈ ഒരു കോമ്പൗണ്ടിലേക്ക് നമ്മൾ NaI ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ Naയും Br ചേർന്നിട്ട് NaBr ആയിട്ട് പോകും. I ആ സ്ഥാനത്ത് ഒന്ന് കയറും. അപ്പൊ CH3 CH2 CH2 I എന്ന് പറയുന്ന കോമ്പൗണ്ട് കിട്ടും. ഇവിടെ നടക്കുന്നത് ഈ ഒരു റിയാക്ഷനിൽ ഇവിടെ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് Z ആണ്. ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. CH3 CH2 CH2I എന്നാണ്. ഓപ്ഷൻ A ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. അവസാനത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഈ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫിംഗിൾസ്റ്റീൻ റിയാക്ഷൻ ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, sir. അടുത്ത 14ാമത്തെ ക്വസ്റ്റ്യൻ. Which of the following is most reactive towards nucleophilic substitution reaction? ന്യൂക്ലിയോഫൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ്? നെഗറ്റീവ് ചാർജ് ഉള്ള ആളാണ് ന്യൂക്ലിയോഫൈൽ. അപ്പൊ ന്യൂക്ലിയോഫൈൽ വന്ന് നെഗറ്റീവ് ചാർജ് ഉള്ള ആള് വന്ന് ഇതിനെയൊക്കെ അറ്റാക്ക് ചെയ്യുന്നു. സോ ഇതിലെല്ലാം ഹാലജനുകളുണ്ട്. ആ ഹാലജനുകളെ മാറ്റുന്ന റിയാക്ഷൻ ആണ് എന്ന് പറയുന്നത്. ഹാലജനുകളെ മാറ്റുന്ന റിയാക്ഷൻ ആണ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. എപ്പോഴും ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനുകൾ ഏറ്റവും വേഗത്തിൽ നടക്കുന്നത് ഡബിൾ ബോണ്ടും ക്ലോറിനും വിനൈലിക് ക്ലോറൈഡുകളിലാണ്. ഇത് ഓർത്ത് വെച്ചേക്കുന്നത്. ജസ്റ്റ് അറിഞ്ഞാലേ പറ്റുള്ളൂ, അല്ലാതെ വേറെ വഴിയൊന്നും നടക്കും. കാരണം ഇവിടെ ഡബിൾ ബോണ്ടും ക്ലോറിനും ഒരുമിച്ചുണ്ട്. ഡബിൾ ബോണ്ട് ക്ലോറിനും കൂടെ ഒരുമിച്ച് രണ്ട് കാർബൺ അപ്പൊ നിങ്ങൾ ഇതിലെല്ലാം ഇല്ലെന്ന്. അതിലെല്ലാം ഉണ്ട്. പക്ഷെ ഇത് C6H5 എന്ന് പറഞ്ഞാൽ ബെൻസീനാണ്. ബെൻസീനിൽ ക്ലോറിൻ വരെയാണ്. അതാണ് ഈ കോമ്പൗണ്ട്. ഇതിലായിട്ടൊരു ന്യൂക്ലിയോഫൈൽ അറ്റാക്ക് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള റിയാക്ഷൻ ആണ്. ഓർഡിനറി കണ്ടീഷനിലൊന്നും നടക്കില്ല. ഹൈ ടെമ്പറേച്ചറിലൊക്കെ ആണെങ്കിൽ ഈ CL മാറ്റിയിട്ട് അവിടെ ന്യൂക്ലിയോഫൈൽ കയറിയിരിക്കും. പെട്ടെന്നൊന്നും ഈ സാധനം നമ്മുടെ ന്യൂക്ലിയോഫൈലുമായിട്ട് റിയാക്ട് ചെയ്യില്ല. പക്ഷെ ഇത് വിനൈൽ ക്ലോറൈഡ് എന്ന് പറയുന്ന കോമ്പൗണ്ട് പെട്ടെന്ന് തന്നെ ആരുമായിട്ട് റിയാക്ട് ചെയ്യും? ന്യൂക്ലിയോഫൈലുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് CH2
ഡബിൾ ബോണ്ട് CH Cl എന്ന് പറയുന്ന കോമ്പൗണ്ട് ന്യൂക്ലിയോഫൈലായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് Cl മാറിയിട്ട് ഇവിടെ ന്യൂക്ലിയോഫൈൽ കയറും. സോ CH2 ഡബിൾ ബോണ്ട് CH Nu പ്ലസ് Cl മൈനസ് എന്ന് പറയുന്ന കോമ്പൗണ്ട് ആയിട്ട് മാറും. ഈ റിയാക്ഷൻ വളരെ ഈസി ആയിട്ട് ഇവിടെ നടക്കും. കാരണം ഈ കോമ്പൗണ്ട് ഏതായതുകൊണ്ട് വിനൈലിക് ഹാലൈഡ് ആയതുകൊണ്ട്. വിനൈലിക് ഹാലൈഡ് ഈ ഒരു കോമ്പൗണ്ട് മാത്രമേ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ പെട്ടെന്ന് നടക്കും. അടുത്ത പറയട്ടെ. Oh, sir. The reaction of a toluene with the chlorine in the presence of FeCl3 is predominantly. ടൊളുവിനെ ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്താൽ ഉണ്ടാകുന്ന കോമ്പൗണ്ടുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചത്. ടൊളുവിൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് ബെൻസീൽ CH3 വരുന്ന കോമ്പൗണ്ടാണ് ടൊളുവിൻ. ഈ ടൊളുവിൻ എന്ന് പറയുന്ന കോമ്പൗണ്ടിലോട്ട് നമ്മൾ ക്ലോറിൻ ഗ്യാസ് ചേർത്ത് ചൂടാക്കുന്ന സമയത്ത് ഒന്നുകിൽ ഓർത്തോയിലുള്ള H ഉം ഒരു Cl ചേർന്ന് HCl ആയിട്ട് പോകും. FeCl3 ആണ് കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. HCl ചേർന്ന് HCl ആയിട്ട് പോകും. ബാക്കിയുള്ള ഒരു Cl ഇവിടെ വന്ന് കയറും. അപ്പൊ ബെൻസീൻ CH3Cl എന്നായിട്ട് മാറും. പ്ലസ് അടുത്ത പോസിബിലിറ്റി പാരയിലുള്ള H ഉം Cl ചേർന്ന് HCl ആയിട്ട് പോകും. ആ ക്ലോറിൻ ഇവിടെ വന്ന് കയറാം. സോ ബെൻസീൻ CH3 ഉണ്ട്, ഓപ്പോസിറ്റ് പൊസിഷനിൽ Cl വരുന്നു. സോ ഇത് അടുത്തടുത്ത പൊസിഷനിൽ ക്ലോറിൻ വന്നിരിക്കുന്നു. CH3യുടെ അടുത്ത പൊസിഷൻ എന്ന് പറയുമ്പോൾ ഓർത്തോ. ഈ രണ്ട് പൊസിഷനെ, അതായത് ഇപ്പൊ CH3 ബെൻസീൽ CH3 അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് പൊസിഷനെ ഓർത്തോ എന്നാണ് വിളിക്കുന്നത്. ഈ ഒരു പൊസിഷൻ പാര, ഈ ഒരു പൊസിഷൻ മെറ്റ, ഈ ഒരു പൊസിഷനും എന്താണ് മെറ്റയാണ്. സോ ഇവിടെ നമ്മൾ മെറ്റാ കാർബണിലാണ് ക്ലോറിൻ വരുന്നത്. സോ മെറ്റാ ക്ലോറോ ബെൻസീൻ എന്നതിനെ സോറി ഓർത്തോയിൽ അടുത്തടുത്ത പൊസിഷനിലാണ് ക്ലോറിൻ വരുന്നത്. സോ ഓർത്തോ ക്ലോറോ ബെൻസീൻ എന്നതിനെ വിളിക്കുന്നത്. ഓർത്തോ ക്ലോറോ ടൊളുവിൻ എന്നാണ് വിളിക്കുന്നത്. ഇവിടെ ഓപ്പോസിറ്റ് പൊസിഷനിലാണ് ക്ലോറിൻ വരുന്നത്. CH3യുടെ ഓപ്പോസിറ്റ് പൊസിഷൻ വരുന്നുണ്ട്. നമ്മൾ പാരാ ക്ലോറോ ടൊളുവിൻ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഈ ഒരു രണ്ട് പ്രോഡക്റ്റ് ഇവിടെ ഉണ്ടാവുന്നുണ്ട്. ഈ രണ്ട് പ്രോഡക്റ്റും ഈ ടൊളുവിനിലേക്ക് ക്ലോറിൻ ആഡ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് ഈ റിയാക്ഷനെ നമ്മൾ ക്ലോറിനേഷൻ റിയാക്ഷൻ എന്നാണ് വിളിക്കുന്നത്. ക്ലോറിൻ ആഡ് ചെയ്യുന്നത് കൊണ്ട് ഈ റിയാക്ഷൻ നമ്മൾ ക്ലോറിനേഷൻ റിയാക്ഷൻ എന്നാണ് നമ്മൾ സാധാരണ വിളിക്കുന്നത്. പറഞ്ഞാൽ മനസ്സിലായോ? Oh, sir. ഇവിടെ ആൻസർ D ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് ഐസോപ്രോപ്പൈൽ ക്ലോറൈഡ് അണ്ടർഗോസ് ഹൈഡ്രോളിസിസ്. ഐസോപ്രോപ്പൈൽ ക്ലോറൈഡ് അണ്ടർഗോ ഹൈഡ്രോളിസിസ്. ഐസോപ്രോപ്പൈൽ ക്ലോറൈഡ് അണ്ടർഗോ ഹൈഡ്രോളിസിസ്. ഐസോപ്രോപ്പൈൽ ക്ലോറൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊപ്പൈൽ എന്ന് പറയുമ്പം 3 രീതിയിലുള്ള പ്രൊപ്പൈൽ ഉണ്ട്. അതായത് CH3 CH ഇപ്പോ കാർബൺ 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 ഇത് പ്രൊപ്പൈലാണ്. ഈ പ്രൊപ്പൈൽ ഈ കാർബണിലാണ് ഒരു ഗ്രൂപ്പ് വന്ന് അറ്റാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു ഗ്രൂപ്പ് ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ഇത് നോർമൽ പ്രൊപ്പൈൽ ആണെന്ന് വിളിക്കും, N പ്രൊപ്പൈൽ ആണെന്ന് വിളിക്കും. പ്രൊപ്പൈൽ എന്ന് എഴുതിയിട്ട് ഈ ഒരു പൊസിഷനിലാണ് ഒരു ഗ്രൂപ്പ് വന്ന് അറ്റാച്ച് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ ഐസോപ്രോപ്പൈൽ എന്ന് വിളിക്കും. ഐസോപ്രോപ്പൈൽ എന്ന് വിളിക്കും. അപ്പൊ ഇവിടെ ഐസോപ്രോപ്പൈൽ ക്ലോറൈഡ് എന്നാണ്. ഐസോപ്രോപ്പൈൽ ക്ലോറൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു കാർബൺ ചെയിൻ കാണും, ഇവിടെ ഒരു ക്ലോറിൻ വരും. സോ സി അവിടെ ക്ലോറിൻ, ഐസോപ്രോപ്പൈൽ ക്ലോറൈഡ്. CH3 CH Cl2 CH CH3. ഈ ഒരു കോമ്പൗണ്ട് ഐസോപ്രോപ്പൈൽ ക്ലോറൈഡ് ആണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ക്ലോറിൻ അറ്റാച്ച് ചെയ്യുന്ന കാർബണിൽ നിന്ന് 2 വരകളാണ് പോകുന്നത്. ക്ലോറിൻ അറ്റാച്ച് ചെയ്യുന്ന കാർബണിൽ നിന്ന് പിന്നെ 2 വരകൾ പോകുന്നത് കൊണ്ട്, 2 ബോണ്ടുകൾ പോകുന്നത് കൊണ്ട് നമുക്ക് ഇതിനെ സെക്കൻഡറി ഹാലൈഡ് എന്ന് വിളിക്കും. ഇപ്പോ CH3 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 Cl എന്ന് പറയുന്നു. ഇവിടെ നോക്കുക, ക്ലോറിൻ അറ്റാച്ച് ചെയ്യുന്ന കാർബണിൽ നിന്ന് 3 വരകൾ പോകുന്നുണ്ട്. സോ ഇത് ടെർഷറി ഹാലൈഡ് ആണ്. CH3 CH2 CH2 Cl. ഇവിടെ ക്ലോറിൻ അറ്റാച്ച് ചെയ്യുന്ന കാർബണിൽ പിന്നെ 1 വരയെ പോകുന്നുള്ളൂ. സോ അത് പ്രൈമറി ഹാലൈഡ് ആണ്. അപ്പൊ നിങ്ങൾ പ്രൈമറി സെക്കൻഡറി ടെർഷറി തിരിച്ചറിയാനായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കും.
ഹാലജൻ അറ്റാച്ച് ചെയ്യുന്ന കാർബണിൽ നിന്ന് പിന്നെ 3 വരെ പോകുന്നുണ്ടെങ്കിൽ അത് ടെർഷറി. ഹാലജൻ അറ്റാച്ച് ചെയ്യുന്ന കാർബണിൽ പിന്നെ 2 വരെ പോകുന്നുണ്ടെങ്കിൽ അത് സെക്കൻഡറി. ഹാലജൻ അറ്റാച്ച് ചെയ്യുന്ന കാർബണിൽ നിന്ന് പിന്നെ 1 വരെ പോകുന്നുണ്ടെങ്കിൽ അത് പ്രൈമറി. SN1 SN2 എന്താണെന്ന് അറിഞ്ഞിരിക്കണം. SN1 SN2 എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇപ്പോ RCl എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടിലെ ഒരു ന്യൂക്ലിയോഫൈൽ ഒന്ന് അറ്റാക്ക് ചെയ്യുന്നത്. നെഗറ്റീവ് ചാർജുള്ള ആളാണ് ന്യൂക്ലിയോഫൈൽ. ഈ നെഗറ്റീവ് ചാർജുള്ള ആൾ വന്ന് അറ്റാക്ക് ചെയ്യുമ്പോൾ ക്ലോറിനെ മാറിയിട്ട് അവിടെ ന്യൂക്ലിയോഫൈൽ കയറി ഇരിക്കുന്നെങ്കിൽ അത് RNU+Cl- ആയിട്ട് മാറും. ഹാലജനെ മാറ്റിയിട്ട് ന്യൂക്ലിയോഫൈൽ കയറുന്ന റിയാക്ഷനെയാണ് SN റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് വിളിക്കും. SN എന്നാണ് നമ്മൾ എഴുതുന്നത്. ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് വിളിക്കും. ഒരു ഹാലജനെ മാറ്റിയിട്ട് ഒരു ന്യൂക്ലിയോഫൈൽ അവിടെ കയറുന്ന റിയാക്ഷനെ നമ്മൾ SN റിയാക്ഷൻ അല്ലെങ്കിൽ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്നാണ് വിളിക്കുന്നത്. ഈ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത് 2 രീതിയിൽ നടക്കാം. SN1ഉം SN2ഉം. SN1ഉം SN2ഉം. അതായത് ഹാലജനെ മാറ്റിയിട്ട് ക്ലോറിനെ മാറ്റിയിട്ട് ന്യൂക്ലിയോഫൈൽ വരുന്ന റിയാക്ഷൻ 2 രീതിയിൽ നടക്കാം. SN1ഉം SN2ഉം. SN1ലാണ് നടക്കണമെങ്കിൽ അത് 2 സ്റ്റെപ്പിലാണ് നടക്കുന്നത്. SN2 ആണെങ്കിൽ ഒറ്റ സ്റ്റെപ്പിലാണ് നടക്കുന്നത്. തിരിഞ്ഞു ഒരു SN1 എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സ്റ്റെപ്പിലും, SN2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 സ്റ്റെപ്പിലായിരിക്കും ഈ റിയാക്ഷൻ നടക്കുക. ഈ റിയാക്ഷൻ നടക്കുന്ന 2 സ്റ്റെപ്പിലാണെങ്കിൽ നമുക്ക് പറയാതെ SN1 വഴി നടക്കുന്നതാണ്. ഈ റിയാക്ഷൻ നടക്കുന്നത് ഒറ്റ സ്റ്റെപ്പിലാണെങ്കിൽ നമുക്ക് പറയാതെ SN2 വഴി നടക്കുന്നതാണ്. SN1 എന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് യൂണിമോളിക്കുലാർ റിയാക്ഷൻ. സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് യൂണിമോളിക്കുലാർ റിയാക്ഷൻ. SN2 എന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് ബൈമോളിക്കുലാർ റിയാക്ഷൻ. അപ്പോ RClഉം ന്യൂക്ലിയോഫൈലും ചേർന്ന സമയത്ത് ഹാലജൻ മാറിയിട്ട് അവിടെ ന്യൂക്ലിയോഫൈൽ വരും. അപ്പൊ ഈ ഒരു കോമ്പൗണ്ട് ആയിട്ട് മാറും. ഈ ഒരു കോമ്പൗണ്ട് ആയിട്ട് മാറുന്ന 2 രീതിയിൽ നടക്കുക. SN1 വഴി നടക്കുക, SN2 വഴി നടക്കുക. SN1 വഴിയാണ് നടക്കുന്നതെങ്കിൽ ഇത്രയേ ഉള്ളൂ. ഈ RCl ആദ്യം RClൽ നിന്ന് R+ഉം Cl- ആയിട്ട് മാറും. ഫസ്റ്റ് സ്റ്റെപ്പിൽ ഈ ക്ലോറിൻ ഇളകി അങ്ങ് പോകും. പിന്നെ ഈ R+ല് സെക്കൻഡ് സ്റ്റെപ്പിൽ R+ന്റെ കൂടെ ന്യൂക്ലിയോഫൈൽ വന്ന് കയറിയിട്ട് RNU ആയിട്ട് മാറും. അപ്പോൾ ഒരു റിയാക്ഷൻ SN1 വഴിയാണ് നടക്കുന്നതെങ്കിൽ 2 സ്റ്റെപ്പിൽ നടക്കുന്നു. RCl ആദ്യം ഡീകമ്പോസ് ചെയ്ത് R+ ആവും. എന്നിട്ട് ഈ R+നെ വന്ന് ന്യൂക്ലിയോഫൈൽ അറ്റാക്ക് ചെയ്തിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ അത് SN1 എന്ന് പറയാം. SN2 എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു RCl ഉണ്ട്, ഒരു ന്യൂക്ലിയോഫൈൽ ഹാലജൻ ഇരിക്കുന്ന സൈഡിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ അറ്റാക്ക് ചെയ്യുമ്പോൾ ന്യൂക്ലിയോഫൈൽ വന്ന് ആറിന്റെ കൂടെ ബോണ്ട് ചെയ്യും. അതേസമയം ആറും Cl ആയിട്ടുള്ള ബോണ്ട് വീക്ക് ആയി തുടങ്ങും, ഇന്റർമീഡിയറ്റ് ആവും. ഹാലജൻ ഇരിക്കുന്ന സ്ഥലത്തിന്റെ ഓപ്പോസിറ്റ് സ്ഥലത്തൂടെ ന്യൂക്ലിയോഫൈൽ ഒന്ന് കാർബൺ അറ്റാക്ക് ചെയ്യും. അപ്പൊ ഈ ഒരു ഇന്റർമീഡിയറ്റ് ആവും. ഇത് പെട്ടെന്ന് തന്നെ ഡീകമ്പോസ് ചെയ്ത് NuRഉം Cl- ആയിട്ട് മാറും. അപ്പൊ നമ്മുടെ പ്രോഡക്റ്റ് കിട്ടി RNU അല്ലെങ്കിൽ NuR എന്ന് പറയുന്ന കോമ്പൗണ്ട്. ഇപ്പൊ ഒറ്റ സ്റ്റെപ്പിലാണ് ഇവിടെ നടന്നത്. ഹാലജൻ ഇരിക്കുന്നതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ വന്ന് കയറി എന്നുള്ളത് മാത്രമേ ചെയ്തോളൂ. ഒറ്റ സ്റ്റെപ്പിൽ നടന്നാൽ അത് SN2 ആണ്. SN1 എന്ന് 2 സ്റ്റെപ്പിൽ നടക്കുന്നതാണ് SN1 എന്ന് പറയുന്നത്. SN1ന് ടെർഷറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ പ്രൈമറി. ഏറ്റവും വേഗത്തിൽ റിയാക്ട് ചെയ്യുന്ന ടെർഷറി ആൽക്കൈൽ ഹാലൈഡ് ആണ്. SN1 പെട്ടെന്ന് നടക്കുന്നത്. ഏറ്റവും പതുക്കെ നടക്കുന്നത് പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ്. SN2ലാണെങ്കിൽ നേരെ തിരിച്ചാണ്, പ്രൈമറി, സെക്കൻഡറി, ടെർഷറി. ഏറ്റവും വേഗത്തിൽ നടക്കുന്നത് പ്രൈമറിയും ഏറ്റവും പതുക്കെ നടക്കുന്നത് ടെർഷറിയാണ്. നിങ്ങൾ 2 നോക്കിക്കഴിഞ്ഞാൽ 2ല് സെക്കൻഡറി രണ്ടാമതാണ് വരുന്നത്. സെക്കൻഡറി ഏകദേശം ഒരേപോലെയാണ് റിയാക്ട് ചെയ്യുന്നത്. SN1 ആണെങ്കിലും സെക്കൻഡറി ആൽക്കൈൽ ഹാലൈഡ് ആണെങ്കിൽ SN1 ആണെങ്കിലും SN2 ആണെങ്കിലും റിയാക്ട് ചെയ്യുന്നതിന്റെ നിരക്ക് എന്ന് പറയുന്നത് ഒരേപോലെയാണ്. അതായത് ഒരു ആൽക്കൈൽ ഹാലൈഡ് സെക്കൻഡറി ആണെങ്കിൽ അത് SN1ലും SN2ലും റിയാക്ഷനുകളിൽ പങ്കെടുക്കാം. ഒരു ആൽക്കൈൽ ഹാലൈഡ് സെക്കൻഡറി ആണെങ്കിൽ അത് SN1ഉം SN2 റിയാക്ഷനിൽ പങ്കെടുക്കാം. നമ്മളിപ്പോ എടുക്കുന്നത് ഐസോപ്രൊപ്പൈൽ ക്ലോറൈഡ് ആണ്. അതിന്റെ സ്ട്രക്ചർ ആണിത്. ഇതൊരു സെക്കൻഡറി ഹാലൈഡ് ആണ്. സോ ഇതില് SN1ഉം SN2 എന്ന് പറയുന്ന 2 മെക്കാനിസങ്ങളും നടക്കാം. മനസ്സിലായോ? സർ. ഓ സർ.
ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ഓഫ് ഹൈഡ്രജൻ ഹാലൈഡ് ഫോർ ഡീഹൈഡ്രോ ഹാലജനേഷൻ റിയാക്ഷൻ ആണ്. ഡീഹൈഡ്രോ ഹാലജനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്രജനും ഹാലജനും പോകുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഡീഹൈഡ്രോ ഹാലജനേഷൻ എന്ന് വിളിക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞു ഡീഹൈഡ്രോ ഹാലജനേഷൻ അല്ലെങ്കിൽ എലിമിനേഷൻ എന്താണെന്നുള്ളത്. സൈസ് ഓഫ് ഹാലജൻ കൂടുന്നതിനനുസരിച്ച് ഡീഹൈഡ്രോ ഹാലജനേഷന്റെ സ്പീഡ് കൂടും. Size of halogen is directly proportional to rate of dehydrohalogenation. Size of halogen increase ചെയ്യുന്നതിനനുസരിച്ച് ഡീഹൈഡ്രോഹാലജനേഷന്റെ നിരക്ക് കൂടും. അപ്പോൾ ഇവിടെ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ വരുമ്പോൾ ഏറ്റവും വലിയ സൈസ് അയഡിൻ ആണ്. അതിനേക്കാളും ചെറിയ സൈസാണ് ബ്രോമിന്. അതിനേക്കാളും ചെറിയ സൈസാണ് ക്ലോറിന്. അതിനേക്കാളും ചെറിയ സൈസാണ് ഫ്ലൂറിന്. അപ്പൊ ഏറ്റവും കൂടുതൽ സൈസ് വലുതായിട്ടുള്ള ഹാലജൻ ഐ ആയതുകൊണ്ട് അതിനായിരിക്കും ഏറ്റവും കൂടുതൽ റിയാക്ടിവിറ്റി. ഏറ്റവും കുറവ് റിയാക്ടിവിറ്റി വരുന്ന ആർക്കായിരിക്കും? ഫ്ലൂറിനായിരിക്കും. ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇത്രയും ക്ലിയർ ആണ്? സി അല്ലല്ലോ, സി അല്ല, ബി. സെക്കൻഡ് ഓപ്ഷൻ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഹാലജന്റെ സൈസ് കൂടുമ്പോ റിയാക്ടിവിറ്റി കൂടും. മനസ്സിലായോ? എത്രയും ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യനുകൾ.